അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി പ്രിയ ലില്ലി ജോസഫാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ പ്രാർത്ഥനയോടെ കേൾക്കുകയും ദൈവത്തിനായിരിക്കുകയും ചെയ്യാം. നമ്മളൊരു ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ലില്ലി ജോസഫിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് കർത്താവിൻ്റെ ദാസി. കർത്താവിൻ്റെ ദാസിയെ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഒരു വാക്കിൽ സന്തോഷമുണ്ട്. പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിലാരൊക്കെയുണ്ട്? ആദ്യമേ കർത്താവിന്റെ ദാസൻ ഡാനിയൽ പാസ്റ്റർക്കും അതുപോലെ അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവിന്റെ തിരുനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒറീസയിൽ പാരാദ്വീപ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ വീട്ടില് എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾക്ക് 2 മക്കളാണ് ഉള്ളത്. മോടെ വിവാഹം കഴിഞ്ഞു, അവര് കുടുംബമായിട്ട് താമസിക്കുന്നു. മോന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഞങ്ങളോടൊപ്പം നിന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസിയെയും കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളും. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അരോമ ടിവിയിലെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. അത് വളരെ ഹൃദയസ്പർശിയായ സാക്ഷ്യങ്ങളാണ് അത് കേൾക്കുന്നത്. അത് ജീവിതത്തിലൊക്കെ വളരെ സന്തോഷം തരുന്ന അനുഭവ സാക്ഷ്യങ്ങളാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഇന്നും പകൽക്കാലം ഈ വേദിയിൽ നിൽപ്പാൻ തക്കോണം ദൈവം തമ്പുരാൻ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പിന്നെ എൻ്റെ ബാല്യകാലം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു മർത്തോമ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. മർത്തോമ കുടുംബത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്കൊക്കെ പോകും, മുടങ്ങാതെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകും, എല്ലാം ചെയ്യും. എന്നാൽ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനോ ഉള്ള ഒരു മനസ്സ് ജീവിതത്തിൽ ഇല്ലാതെ നടക്കുന്ന ഒരു സമയമായിരുന്നു. വളരെ ദുഃഖങ്ങളും ഭാരങ്ങളും നിറഞ്ഞ ജീവിതയാത്രയിൽ കൂടിയാണ് ഞങ്ങൾ കഴിഞ്ഞു പോയത്. എൻ്റെ പിതാവിന്റെ ഭവനം അത് റാന്നിയിലാണ്. ഞങ്ങളെ 5 സഹോദരങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. 3 സഹോദരങ്ങളും എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തിയും ഉണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷമായി എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി ഈ ലോകം വിട്ട് കടന്നുപോയി. ഏറ്റവും ഇളയതാണ് ഞാന്. ഞങ്ങളെ വളരെ കഷ്ടതയിലും എൻ്റെ പിതാവിന്റെ ഭവനം നല്ല ഒരു സമർത്ഥമായ ഒരു ഭവനമായിരുന്നു. എന്നാൽ ഞങ്ങൾ 5 പേർക്കും അവരെ പോലുള്ള ധനങ്ങളോ മാനങ്ങളോ ഒന്നും ഇല്ലാതെ കൊണ്ട് അവര് താമസിക്കുന്ന റാന്നിയിൽ നിന്നും ഞങ്ങളെ കുറച്ച് കിഴക്കോട്ട് മാറി ഒരു സ്ഥലത്ത്, ഞങ്ങളെ കൊടുമുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളെ താമസിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ഞങ്ങൾ ആ സമയത്തെല്ലാം ഞങ്ങളെ മർത്തോമ സഭയിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു പോയി. അത് കഴിഞ്ഞ ശേഷം എൻ്റെ മാതാവാണ് ഞങ്ങളെ എല്ലാം നടത്തിയത്. വളരെ കഷ്ടപ്പെട്ടും വളരെ പ്രയാസത്തിലും വളരെ ദുഃഖത്തിൽ കൂടിയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. എന്നാൽ ഞങ്ങൾ ആ സമയം അത് കഴിഞ്ഞ് ഞങ്ങള് 10 വരെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് കോളേജിൽ പോകാനൊക്കെ വളരെ ആഗ്രഹമായിരുന്നു. പക്ഷെങ്കില് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നിമിത്തം എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയില്ല. ആ സമയത്ത് പറഞ്ഞു എൻ്റെ മാതാവ് പറഞ്ഞു ടൈപ്പിംഗ് ഷോട്ടാനും പോയി പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ടൈപ്പിംഗ് ഷോട്ടാനും ആ സമയത്ത് പോയി പഠിക്കാനായിട്ട് 6 മാസം ടൈപ്പിംഗ് ഷോട്ടാനും പഠിച്ചു. 10 ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് അവിടെയൊക്കെ ദൈവം സഹായിച്ചു. അതിനുശേഷം മർത്തോമ ഈ കൊമ്പാടിയിലെ മഞ്ഞാളിലെ 1 ഇയർ കോഴ്സ് ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് സഭയെന്ന് എന്നെ വിട്ടു. ഞാൻ അവിടെ മഞ്ഞാടിയിലെ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് ഞാൻ കടന്നുപോയി. ഇത് സേവ്യ സംഘത്തിന്റെ വകയായിട്ട് ഞാൻ കടന്നുപോയി. അവിടെ 1 ഇയർ ഒരു കോഴ്സ് 30 സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ നല്ല സാമ്പത്തിക ശേഷിയുള്ള കുഞ്ഞുങ്ങളായിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ മുൻപിൽ എനിക്ക് നിന്നു പോകാൻ തക്കോണം ദൈവം തമ്പുരാനെ കൃപ തന്നു, എന്നെ ബലപ്പെടുത്തി. അങ്ങനെ അവിടെ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് മാരാമണ്ണ മണക്ക് കൺവെൻഷനെ പാടാനായിട്ട് ദൈവം ഒരു കൃപ ലഭിച്ചു. 1979 സേവ്യ സംഘത്തിന്റെ പിലിപ്പച്ചൻ വന്ന് ഞങ്ങളെ കൊണ്ട് എല്ലാം 30 പേർ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെ എല്ലാം കൊണ്ടും പാടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ
ഞാനും പാടി. അപ്പോളെ എന്റെ പേര് അവിടെ സെലക്ട് വന്നു. അങ്ങനെ മാരാമൺ മണക്കെ കൺവെൻഷൻ 79 ഫെബ്രുവരിയില് പാടുവാനായിട്ട് ദൈവം എനിക്ക് ഒരു കൃപ ലഭിച്ചു. പാട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് പാട്ടിനോട് വളരെ പ്രീതിയായിരുന്നു. എവിടെ ഒരു പാട്ട് കേൾക്കുന്നു അവിടെ ഞാൻ നിൽക്കുമായിരുന്നു. ആ പാട്ട് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ സ്നേഹവും സമാധാനവും തന്ന് എന്നെ നടത്തിയായിരുന്നു. ഈ മാരാമണമണക്കെ കൺവെൻഷനെ ഞാൻ പാടാൻ പോകുമ്പോൾ അന്നത്തെ പാട്ടായിരുന്നു, എൻ പ്രിയൻ വലം കരത്തിൽ പിടിച്ചെന്നെ നടത്തുന്നു, സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ നടത്തുന്നു. ആ പാട്ടുകളൊക്കെ പാടുമ്പോൾ സത്യം അങ്ങ് കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു പോയിട്ടുണ്ട്. എന്നാൽ എനിക്ക് ആരും ഒന്നും പറഞ്ഞു തരാനോ ഒന്നുമില്ല. പാട്ട് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിന് എനിക്ക് വളരെ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആ ഒരാഴ്ച മുഴുവൻ ആ മാരാമണ്ണമണക്കെ കൺവെൻഷനെ എനിക്ക് പാടുവാനായിട്ട് ദൈവം കൃപ തന്നു. അതിനുശേഷം ഞാൻ അവിടെ നോക്കുമ്പോൾ ഈ അച്ഛനും കൊച്ചമ്മമാരും ഒക്കെ നിന്ന് അവിടെ നിന്ന് പാടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അന്നേരം എല്ലാം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വലിയ ആഗ്രഹമാണ്, കർത്താവെ ഈ എങ്ങനെ ഇവരെ പോലെ നിന്ന് എനിക്കും പാടുവാനുള്ള കൃപ ദൈവം നൽകണമെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു ആഗ്രഹം അങ്ങ് കടന്നു വരികയാണ്. പക്ഷെ ആരോടും എന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനെ നിൽക്കും. കാരണം ആ ലെവലിലൊക്കെ പോകണമെങ്കിൽ വിദ്യാഭ്യാസം വേണം, സാമ്പത്തികമായ ഉയർച്ച വേണം, പല കാര്യങ്ങൾ വേണം. അങ്ങനെയൊക്കെ പോകണമെങ്കിൽ എനിക്ക് പിന്നെ ആ ഹൃദയത്തിലെ ഒരു ആഗ്രഹമാണ് ഞാൻ അത് പറഞ്ഞത്. എന്നാൽ ഞാൻ അവിടെ വിട്ട് 1 ഇയർ കോഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ എൻ്റെ ഭവനത്തിൽ ഞാൻ മടങ്ങി ചെല്ലുമ്പോൾ എൻ്റെ മാതാവ് ഒരു പെന്തക്കോസ് ആരാധനയ്ക്ക് കടന്നു പോയതായിട്ട് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ താമസിക്കുന്നതിന്റെ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിൽ ഓർത്തഡോക്സിൽ നിന്ന് വന്ന ഒരു റോസമാമി എന്നും പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവര് പെന്തക്കോസിലോട്ട് കടന്നു വന്നു. ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ, എൻ്റെ വീട് വഴി സൈഡിലാണ്, അപ്പോൾ പോകുമ്പോൾ ഞങ്ങളെ വിളിക്കും, പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ ഞങ്ങളെ വിളിക്കും. അന്നേരം എൻ്റെ അമ്മച്ചി അങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാനായിട്ട് തുടങ്ങി. ഞാന് പിന്നെ വനിതാ മന്ദിരത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ട് വീട്ടിലോട്ട് വരുവാണ്. അമ്മച്ചി പോകാൻ തുടങ്ങി, ചില ആഴ്ചകളൊക്കെ പോകാൻ തുടങ്ങി. അതിന്റെ കുറെ എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തിയും പോകാൻ തുടങ്ങി, ആരാധനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. എന്നാലും ഞങ്ങൾ പോകത്തില്ല. ഞാൻ തനിയെ മർത്തോമ പള്ളിയിൽ പോകാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഭവനത്തിലെ ഒരു ഭയങ്കര പ്രതികൂല സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നു. മർത്തോമക്കാർ എന്നെ വിട്ട് 1 ഇയർ കോഴ്സ് ഒക്കെ പഠിപ്പിച്ച, പക്ഷെ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ നേരെ തിരിഞ്ഞുപോയി. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ അവിടെ കടന്നു പോവുകയാണ്. അമ്മച്ചിയൊക്കെ പോയ സ്ഥലത്ത് ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ കടന്നുപോയപ്പോൾ ആ പ്രാർത്ഥനയിൽ എനിക്ക് വളരെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരു 10 പേര് പോലും ഇല്ലായിരുന്നു ആരാധനയ്ക്ക്. വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ആ സന്ധ്യ സമയത്ത് ആരാധനയ്ക്ക് പോയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വലിയ പരിവർത്തനം ഉണ്ടാകുവാനായിട്ട് സഹായിച്ചു. മർത്തോമയിലൊക്കെ നടന്നെങ്കിലും കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനോ അന്നൊന്നും പറഞ്ഞു തരുവാനോ ഒന്നും ആരുമില്ലായിരുന്നു. സ്നാനപ്പെടുന്ന കാര്യം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരുവാനായിട്ട് ഒന്നും ആരുമില്ലായിരുന്നു. ഞാൻ ആരാധനയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. ഞാനും പിന്നെ മർത്തോമ പള്ളി വിട്ട് ഞാനും ഈ ചർച്ചിൽ ഈ ആരാധനയ്ക്ക് പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 3 പേരും, എൻ്റെ മാതാവും എൻ്റെ മൂത്ത സഹോദരിയും ഞാനും ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ മൂത്ത ബ്രദറും കടന്നു വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ആരാധനയ്ക്ക് കടന്നു പോകാനായിട്ട് തീരുമാനിച്ചു. ഒരു വീട്ടിൽ വെച്ചാണ് ആ പ്രാർത്ഥന. പക്ഷെ ആ പ്രാർത്ഥന ഒരു വീട്ടിൽ വെച്ചാണെങ്കിലും എല്ലാ ദിവസവും 3 കുടുംബങ്ങള്, ഒരു കുടുംബം ഓർത്തഡോക്സിൽ നിന്ന് വന്നതും, ഒരു കുടുംബം കനാനായി വന്നതും, ഒരു കുടുംബം ഞങ്ങൾ മർത്തോമയിൽ വന്നു. ഈ 3 കുടുംബം മാത്രമേ ഉള്ളൂ. ആ വീട്ടില് എന്നും സന്ധ്യയാവുമ്പോൾ എന്നും പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഒന്നിച്ചു കൂടും. ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഐക്യതയായിരുന്നു ആ സമയത്ത്. ഈ 3 കുടുംബങ്ങൾ തമ്മിലുള്ള ആ പ്രാർത്ഥന എനിക്ക് വളരെ സന്തോഷം തന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആരാധനയ്ക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്യാപ്റ്റൻ എ പാസ്റ്റർ വന്ന് റാന്നിയിൽ വന്ന് PGT ഹാളിൽ വന്ന് കൺവെൻഷനൊക്കെ നടത്തി. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ സ്നാനപ്പെട്ട് ഞങ്ങളും പോയി. അങ്ങനെ അവിടെ വെച്ച് കർത്താവിന്റെ ദാസൻ എന്നെ സ്നാനപ്പെടുത്തി അവിടെ വെച്ച്. അതിനുശേഷം ഞങ്ങളെ തിരിച്ചു വീട്ടിൽ വന്നു. അപ്പോൾ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സഭക്കാരൊക്കെ പല പ്രശ്നങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. മർത്തോമ വിട്ടു പോയെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് പെന്തക്കോസ്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയായിരുന്നു. ലേക്കും ഞങ്ങൾ അതൊന്നും ചിന്തിക്കാതെ കൊണ്ട് ഞങ്ങൾ വന്നു. അങ്ങനെ ഞങ്ങൾ ഈ 3 കുടുംബങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചും വലിയ ആത്മാവിന്റെ ശക്തിയോടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഞങ്ങളെ അവിടെ പിന്നെ അതിനുശേഷവും ഞങ്ങൾ എല്ലാ ദിവസവും കൂടി ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇതിന്റെ മധ്യത്തിലെ സ്വർഗത്തിലെ ദൈവം
എനിക്കറിയാം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ആരോ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ ഇവിടെ വിട്ടുപോകും, ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്ന്. പിന്നെ അതിനുശേഷം ഞാൻ കാണുന്ന എന്റെ പെട്ടിയിലെ ഒരു പഴയ ഒരു ട്രാക്ട് ആര് തന്നെന്നോ എങ്ങനെ കിട്ടിയെന്നോ ഒന്നും എനിക്കറിയത്തില്ല. കർത്താവിന്റെ ദാസൻ PG വർഗീസിന്റെയും ലില്ലി വർഗീസിന്റെയും അനുഭവ സാക്ഷ്യങ്ങൾ എഴുതിയ ചെറിയ ഒരു ട്രാക്റ്റും അവർ തന്നതിന് ശേഷം അവര് ആ ട്രാക്റ്റിനകത്ത് ഹിമാലയ സാനുകളിൽ PG വർഗീസും ലില്ലി വർഗീസും കണ്ടു. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ എങ്ങനെ എന്റെ കയ്യിൽ കിട്ടിയെന്നൊന്നും അറിയാതെ എന്റെ ഒരു പഴയ ഒരു പെട്ടിയുടെ ഒരു അടുക്കി കിടന്ന ഒരു ട്രാക്റ്റ് ആണത്. ഞാൻ അത് എടുത്ത് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഞാൻ അതിനകത്ത് ഇങ്ങനെ എഴുതിക്കുന്ന കണ്ടു, ഹിമാലയ സാനുക്കളിലെ PG വർഗീസും ലില്ലി വർഗീസും എന്നും പറഞ്ഞുകൊണ്ട് ഞാനത് കണ്ടു. എന്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ ആഗ്രഹം തോന്നി, കർത്താവെ എനിക്ക് ഇവരെ പോയി കാണണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആര് കൊണ്ടുപോകാനാ, എവിടെ പോകാനാ, ഒന്നും നമുക്കൊരു വഴിയുമില്ലാതെ എല്ലാ വശത്തും കൂടിയും വലിയ പ്രയാസങ്ങളിൽ കൂടിയും ഭാരങ്ങളിൽ കൂടിയും ഒക്കെ കഴിഞ്ഞു പോകുന്ന ഒരു സമയത്താണ് എന്റെ വിവാഹത്തിന്റെ ആലോചന കടന്നു വരുന്നത്. എന്റെ വിവാഹത്തിന്റെ ആലോചന കടന്നു വന്ന തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവം എന്റെ വിവാഹം നടന്ന് ഞങ്ങളെ രണ്ടുപേരും കൂടെ ഹിമാചൽ പ്രദേശ് ഞങ്ങൾ കടന്നുപോവുകയാണ്. ഞങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് ഇത് സമയത്ത് ആദ്യ സമയങ്ങളൊക്കെ എന്റെ ഹൃദയത്തിലെ ഞങ്ങൾ ഒരേ സമയം 3 ദൈവദാസന്മാർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ കർത്താവിന്റെ വേല ചെയ്യുമെന്ന്. പക്ഷെ എങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല, എങ്ങനെ ചെയ്യണമെന്നോ എവിടെ പോകണമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എന്നാൽ 3 ദൈവദാസന്മാരെ പല സമയത്ത് എന്നോട് പറഞ്ഞു കർത്താവിന്റെ വേല ചെയ്യുമെന്ന്. എന്നാൽ ദൈവം ആ ദൈവത്തിന്റെ ശബ്ദത്തില് മുൻപില് ദൈവം എന്നെ സഹായിച്ചു. എന്റെ വിവാഹം കടന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ 1979 ജൂൺ 7-ാം തീയതി ഞങ്ങളുടെ വിവാഹം നടന്നു. 79 ജൂലൈ 19-ാം തീയതി ഞങ്ങളെ കേരളത്തിൽ നിന്നും ഹിമാചൽ പ്രദേശേക്ക് ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾ പോകുന്ന സമയത്ത് ആ ഒരു പാട്ടാണ് എന്നെ വളരെ സന്തോഷം തരുന്നത്. അതായത് യാക്കോബ് ഒരു വടിയുമായിട്ട് യോർദാൻ കടന്നു പോയതുപോലെ ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങളുടെ കയ്യിൽ 2 പെട്ടിയുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് സാധനങ്ങൾ എടുത്ത് തന്ന് അതും സാധനങ്ങളും ഉണ്ട്. ഞങ്ങള് അവിടുന്ന് പോവാണ്. ഈ പാട്ടാണ് എന്നെ ഓർത്ത്, ആ പാട്ടിന്റെ ഒരു ലൈൻ പാസ് ഞാനത് പാടുവാണ്. അഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻവിളി കേട്ടു പിൻവരുവാൻ. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻവിളി കേട്ടു പിൻവരുവാൻ. ഈ പാട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ആഴം ഞാൻ ഓർത്തില്ല, ആഴമരാഞ്ഞറിഞ്ഞില്ല. അന്ന് വടക്കേന്ത്യയിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതമായിരുന്നു വടക്കേന്ത്യയിൽ പോവാന്നുള്ളത്. മുന്നോട്ട് ആരുണ്ടെന്നും എങ്ങനെ സഹായിക്കുന്നു, എവിടേക്കാ പോകുന്നതെന്നും എന്തെല്ലാം കൊണ്ടുപോകണമെന്നും ഒന്നും എനിക്കറിയത്തില്ല. കാരണം എനിക്ക് 20 വയസ്സായാലും അതിന് മുമ്പ് എന്റെ വിവാഹം നടന്നു. ഞങ്ങള് ഇങ്ങനെ കടന്നു പോവാൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടുന്ന് ഇന്നത്തെ പോലെ സൂപ്പർ ഫാസ്റ്റ് ഒന്നും അന്ന് ആ സമയത്ത് ഇല്ല, 79 ഇല്ലായിരുന്നു. ഞങ്ങൾ 5 ദിവസം യാത്ര ചെയ്താണ് ഞങ്ങളെ ഡൽഹിയിൽ എത്തുന്നത്. അവിടുന്ന് ഞങ്ങളെ പഞ്ചാബിന് വേറൊരു ട്രെയിനിൽ കയറി ഞങ്ങളെ PG വർഗീസിന്റെയും അമ്മാമ ലില്ലി വർഗീസിന്റെയും അവിടെ ഞങ്ങൾക്ക് ചെല്ലുവാനായിട്ട് ദൈവം സഹായിച്ചു. ഞങ്ങളെ അവിടെ ടീമിൽ ചെല്ലുമ്പോൾ വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. അന്ന് ടീമൊക്കെ അങ്ങോട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. ആൾക്കാരൊക്കെ വന്ന് ജോയിന്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അവിടെയൊക്കെ. ഞങ്ങള് ചെന്ന് കഴിഞ്ഞു. അന്നത്തെ ദിവസം അവിടെ താമസിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ കടന്നുപോയി. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തോടു കൂടി എന്തെങ്കിലും എല്ലാവരും പ്രാർത്ഥിച്ച് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് സപ്പോർട്ടായിട്ട് കിട്ടുമായിരുന്നു. അങ്ങനെയാണ് അന്നത്തെ ഒരു കാലം കഴിഞ്ഞു പോയത്. കാരണം നമുക്കൊന്നും മുന്നമേ കാണാനോ ഒന്നും ചോദിക്കുവാനില്ല. ദൈവം എങ്ങനെ നടത്തിയോ ആ വിധങ്ങളെ ഓർത്തു കഴിയുമ്പോൾ ഓരോ ദിവസവും ദൈവം അങ്ങനെ നടത്തിക്കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങളെ 2 മണിക്കുള്ള ആ പിറ്റേ ദിവസം ഞങ്ങളെ 2 മണിയായപ്പോഴേ ഞങ്ങളെ ബസ്സിന് ഞങ്ങളെ ഹിമാചൽ പ്രദേശേക്ക് പോകാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളെ കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഞങ്ങളെ കൊണ്ടുവന്ന് വിട്ടു. ഞങ്ങളെ അവിടെ പോയി 4 മണിക്കൂർ യാത്ര ചെയ്ത് 6 മണിയായപ്പോൾ ഞങ്ങളെ പെക്ലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് എത്തുവാൻ സഹായിച്ചു. അത് പർവ്വതത്തിന്റെ ഒരു ഇടയിൽ കൂടിയുള്ള ഒരു റോഡാണ്. ബസ്സൊക്കെ വരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ
അല്പസമയം ടയർ ഒന്ന് തെറ്റിക്കഴിഞ്ഞാല് വലിയൊരു പൊക്കക്കുഴിയിലോട്ടാണ് ഈ ബസ് പോകുന്നത്. ആ ബസ് റോഡൊന്നും ടാറിട്ടതൊന്നുമല്ല, കച്ച റോഡായിട്ട് കിടക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ പേടിച്ചും ഭയന്നുമാണ് ആദ്യമേ ഞാൻ ഇത് കാണുവാണ്. പേടിച്ചും ഭയന്നുമാണ് ഈ ബസ്സിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ പെക്കളോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ 4 മണി പർവ്വതത്തിന്റെ മുകളിൽ ചെന്ന് എത്തിക്കഴിഞ്ഞു. ഞങ്ങളെ സാധനമെല്ലാമായിട്ട് അവിടെ ഒരു മുറി ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ മുറിയിൽ ഇറങ്ങി ചെന്നു. മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ പാസ്റ്റേ യാതൊരു സൗകര്യങ്ങളും ഞങ്ങൾക്ക് അവിടെ ഒന്നുമില്ല. ചാണകം മെഴുകുന്ന ഒരു തറയാണ്. അത് കഴിഞ്ഞ് ബാത്റൂം ഇല്ല, വെള്ളമില്ല, ലാട്രിൻ ഇല്ല, ഒരു സൗകര്യവും ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു സൗകര്യവുമില്ല. പക്ഷെ ഇതിനകത്തൊക്കെ കൂടി ദൈവം ഞങ്ങളെ നടത്തിയെന്ന് പറഞ്ഞാല്, കേരളം വിട്ട് കേരളത്തിലാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും കുളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഈ ഹിമാചലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തണുപ്പ് അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളമില്ല, ഞങ്ങളുടെ കയ്യിൽ അതിനാവശ്യമായ ബക്കറ്റ് ഇല്ല, വാങ്ങാൻ പൈസ ഇല്ല. ഞങ്ങൾ വളരെ ദുഃഖിച്ചെന്ന് പറഞ്ഞാൽ രാവിലെ വെള്ളം വരുന്ന സമയത്ത് ഓടി ചെന്ന് കഴിഞ്ഞാല് 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ ഇരുട്ടാ. 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് ചെന്ന് കഴിഞ്ഞാൽ ഓടി ചെന്ന് കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളം വളരെ പ്രയാസത്തിൽ കിട്ടും. ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടു. അതും അതിനേക്കാളും ഒരു കാര്യമുള്ളത്, അവിടെ എങ്ങും നല്ല കക്കൂസില്ല. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. അവിടെയൊക്കെ ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്ന ഈ എടുപ്പ് കക്കൂസാണ്. നമ്മൾ ആരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ദൈവം നമ്മളെ ഓരോ അനുഭവത്തിൽ കൂടി ഞങ്ങളെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞങ്ങളെ ഹിമാചലിലെ ഞങ്ങളെ വളരെ പ്രയാസത്തിലും ദുഃഖത്തിലും ഒക്കെ ഞങ്ങൾ കഴിഞ്ഞു. പക്ഷെ ദൈവം ഞങ്ങളെ ഓരോ ദിനങ്ങളിലും ദൈവം ഞങ്ങളെ കരം പിടിച്ച് നടത്തി. ആ പെക്കളോയിലെല്ലാം ഞങ്ങൾ താമസിച്ചു. അതിനുശേഷം അവിടെ വെച്ച് തന്നെ ഞങ്ങളുടെ മോൾ അവിടെ ജനിക്കാൻ ഇടയായി തീർന്നു. അത് മെയ് മാസത്തിലായിരുന്നു മോള് ജനിച്ചു. അപ്പൊ അല്പം നല്ലൊരു കാലാവസ്ഥയായിരുന്നു ആ സമയത്ത്. അവിടെ മോള് ജനിച്ചു കഴിഞ്ഞു. അവിടുന്ന് പിന്നെയും 3 വർഷം ഞങ്ങൾ അവിടെ താമസിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ നാട്ടിൽ തിരിച്ചു പോയി ഞങ്ങളുടെ വീട്ടുകാരെയും മാതാവിനെയും സഹോദരങ്ങളെയും എല്ലാം കാണുവാനായിട്ട് ദൈവം സഹായിച്ചത്. അന്നൊന്നും ഫോണിന്റെ സാന്നിധ്യങ്ങളോ ഒന്നുമില്ല. എഴുത്താണ് വരുന്നത്. ഒരെഴുത്ത് അവിടെ വരണമെങ്കിൽ ഹിമാചലിന്റെ പർവ്വതമുഖത്തെ എഴുത്ത് കടന്നു വരണമെങ്കിൽ 6-7 ദിവസം വരും. അതുപോലെ താമസിച്ചിട്ടൊക്കെ അവിടെ ഈ എഴുത്തൊക്കെ കടന്നു വരത്തുള്ളൂ. ദൈവം അതിനകത്തൊക്കെ ദൈവം ചിലപ്പോൾ 2-3 ദിവസം കുളിക്കാതെ ഞാനിരിക്കും. നാട്ടിൽ നിന്ന് വെളിച്ചെണ്ണ കൊണ്ടുപോയി തലയെ തേച്ച് വരുമ്പോൾ കമ്പി പോലാകും എന്ന് പറഞ്ഞാൽ കമ്പി പോലാകും. മുന്നോട്ടും പറ്റത്തില്ല, പുറകോട്ടും പറ്റത്തില്ല. എനിക്കൊന്നും വയ്യാത്ത ഒരവസ്ഥ. എനിക്ക് അതിലൂടെ ഭാഷ എനിക്കറിയത്തില്ല. ഞങ്ങളെ മുറിയുടെ അടുത്തൊരു വിശ്വാസിയുടെ വീടുണ്ട്. ആ കുടുംബത്തോട് എന്തെങ്കിലും പറയണമെങ്കിൽ എനിക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ല. പാസ്റ്റർക്ക് അല്പം ഹിന്ദിയൊക്കെ അറിയാം, പക്ഷെ അതും നല്ലതുപോലെ ഒന്നും അറിയത്തില്ല. കുറച്ചൊക്കെ അറിയായിരുന്നു. ഞങ്ങൾക്ക് ഭാഷ അറിയാൻ വയ്യാതൊക്കെ കിടന്ന് ഒരുപാട് പണിപ്പെട്ടു. പാസ്റ്റർ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പാസ്റ്റർ രാവിലെയൊക്കെ ഈ ട്രാക്റ്റ് കൊടുക്കാനും പുസ്തകങ്ങളൊക്കെ കൊടുക്കാനും ഒക്കെ പോകും. അവിടെ അപ്പൊ ആരെങ്കിലും വിശ്വാസത്തിലൊക്കെ ഇവിടെ പാസ്റ്റർ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കാണാൻ വരും. എനിക്ക് ഒരു വക പോലും പറയാൻ എനിക്ക് അറിയത്തില്ല. പാസ്റ്റർ എവിടെ പോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൈകൊണ്ട് കാണിക്കും. ഇങ്ങനെ ഞാൻ കൈകൊണ്ട് കാണിക്കും. കാരണം നാട്ടിലൊക്കെ 5ാം ക്ലാസ്സിലെ ഹിന്ദിയുണ്ട്, പക്ഷെ സംസാരിക്കാനൊന്നും അറിയത്തില്ല. വായിക്കും, സംസാരിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. വളരെ വിഷമിച്ചെന്ന് പറഞ്ഞാൽ വളരെ വിഷമിച്ചു. എന്നാൽ ആ പ്രയാസമൊന്നും നമ്മൾ ആരുടെയും മുമ്പിൽ പറയാൻ പോയിട്ടില്ല, എങ്ങും പറയാൻ പോയിട്ടില്ല. നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നമ്മളെ ജീവിതം മുൻപോട്ട് നടന്നു പോകാൻ ദൈവം സഹായിച്ചു. സാധനങ്ങളൊന്നും ഇല്ലാതെ, ഒന്നും വാങ്ങുവാനില്ലാതെ, തണുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിലെ പാസ്റ്റർ ഒരു തണുപ്പിന്റെ തുണിയും ഞങ്ങളില്ല. കേരളത്തിൽ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, എന്നോ കൊണ്ടുപോകണമെന്നും ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. തണുപ്പുണ്ടോ എന്താന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ കയ്യിൽ ഒരു സാധനവും ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തണുപ്പ് ഭയങ്കരമായിട്ട് തുടങ്ങി. നേരം വെളുക്കുമ്പോൾ നോക്കുമ്പോഴത്തേന് ഭയങ്കര മഞ്ഞുകളാങ്ങി വീണ് കിടക്കും. നമ്മുടെ മുറ്റത്തും ആ ഭാഗത്തും എല്ലാം വെളുത്ത് അങ്ങ് കിടക്കുവാണ്. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു സാധനവും ഇല്ല. അന്നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസൻ PG വർഗീസ് സാർ പറഞ്ഞു, ഹിമാചൽ പർവ്വത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരനും സഹോദരിക്കും വേണ്ടി ഇവിടെ ഒരു ആള് വന്നിട്ടുണ്ട്, 2 കോട്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വന്ന് പഞ്ചാബി വന്ന് അത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കയ്യിലെ ഈ കോട്ട് 2 കൊടുത്തു വിട്ട് നോക്കി കഴിയുമ്പോൾ പാസ്റ്റേ ഏറ്റവും നല്ല കോട്ടുകളെ, നല്ല 4 കോട്ടുകളെ ദൈവം അങ്ങനെ സഹായിച്ചു. ഞങ്ങൾക്ക് ആ തണുപ്പില് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. വെള്ളമെല്ലാം ചൂടാക്കിക്കൊണ്ട് വേണം എവിടെ വേണേലും പോകാന്. തണുത്ത വെള്ളത്തിൽ നമുക്ക് തൊടാൻ പറ്റത്തില്ല. കുളവി കുത്തുന്ന പോലെയുള്ള വേദനയാണ്. കൈക്കൊക്കെ ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന. അതുമല്ല വെള്ളത്തിനാണ് ഈ ക്ലോറിന്റെ മണം.
എനിക്ക് അതും അങ്ങോട്ട് പിടിക്കത്തില്ല. കേരളത്തിലെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരമായ വെള്ളമാണ്. കിണറ്റിലെ വെള്ളം നല്ല തണുപ്പ്, ഒരു ഫ്രിഡ്ജും വേണ്ട. ഞങ്ങളുടെ റാന്നി ഭാഗത്തുള്ള വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല വെള്ളമാണ്. എനിക്ക് എല്ലാം എനിക്ക് പ്രതികൂലമായിട്ട് തന്നെ വന്നു. പക്ഷെങ്കിൽ ഞാൻ പ്രതികൂലങ്ങളുടെ മധ്യത്തില് എന്റെ ദൈവം എന്നെ പിടിച്ചു നിൽക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. കർത്താവിന്റെ കൃപ കൂടി തണുപ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങള് രണ്ടുപേരും കൂടെ പാസ്റ്റർ ബുക്കെല്ലാം കൊടുത്തച്ചൊക്കെ വരും. വന്നിട്ട് ആഹാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം സന്ധ്യ ആകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ലയം പോലെ ഉണ്ട്. ആൾക്കാര് ഈ തൂപ്പുകാര് താമസിക്കുന്ന ലയം പോലെ ഉണ്ട്, ലൈനുണ്ട് ഇങ്ങനെ. ആ ലൈന് ഞങ്ങളെല്ലാം പോകും. ഓരോ വീട്ടിലും കയറി ഞങ്ങൾ പ്രാർത്ഥിച്ച് സ്വീകരിച്ചാലും കൊള്ളാം, സ്വീകരിച്ചില്ലെങ്കിലും കൊള്ളാം, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കർത്താവിന്റെ വചനമൊക്കെ പാസ്റ്റർക്ക് അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കുകയും വീടുകളിലൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടൊക്കെ ഞങ്ങൾ മടങ്ങി വരും. അവിടുന്ന് മോളൊക്കെ ജനിച്ചു കഴിഞ്ഞ് ഞങ്ങളെ നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. വീണ്ടും ഞങ്ങൾ ബെക്ലോയി വന്നു. അതിനുശേഷം അവിടുന്ന് ഞങ്ങൾ വീണ്ടും ചമ്പ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി. അതും അവിടുന്ന് ഒരു 90 കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട്. അതും പർവ്വത ഏറിയായ ഞങ്ങൾ അവിടെ പോയി. 90 കിലോമീറ്റർ ദൂരത്തില് ഞങ്ങൾ അവിടെ പോയി, കുടുംബമായിട്ട് ഞങ്ങൾ പോയി. അപ്പോഴത്തേനും മോളെ സ്കൂളിൽ വിടാനൊക്കെ ആരംഭിച്ചു, നഴ്സറിയിലൊക്കെ വിടാനായിട്ടൊക്കെ ആരംഭിച്ചു. മോളെ സ്കൂളിൽ വിട്ടച്ച് പാസ്റ്റർ പിന്നെ ബുക്കും ഒക്കെ കൊടുക്കാനായിട്ടൊക്കെ പോവും. വളരെ നമുക്ക് സപ്പോർട്ടെന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഈ ബുക്കൊക്കെ കൊടുത്ത് കിട്ടുന്ന പൈസകളുടെ പാലൊക്കെ വാങ്ങും, കുഞ്ഞുങ്ങളുടെ ഫീസ് ഇങ്ങനെയൊക്കെ കൊടുത്ത് ഞങ്ങൾ പോകും. എന്നിട്ടും ഞങ്ങള് സന്ധ്യ ആകുമ്പോഴത്തേനും ഞങ്ങൾ രണ്ടും കൂടെ ഈ മോളെ എടുത്തുകൊണ്ട് അങ്ങനെ നടക്കുക. ചിലപ്പോൾ 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ ഒക്കെ നടന്ന് ഓരോ വിശ്വാസിയും വീട്ടിൽ പോയി ഞങ്ങൾ ഓരോ പറയുകയും അവരെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഞങ്ങളെ സഹായിച്ചു. അവിടെ ഇന്നപ്പോ ചമ്പയെ കിടന്നപ്പോൾ ഇതുപോലെ തണുപ്പ് വന്നപ്പോൾ ഭയങ്കര പാട്, നിൽക്കാൻ പോയി. എനിക്ക് ടൈഫോയിഡ് ഒക്കെ വന്നു, കുഞ്ഞുങ്ങൾക്കെല്ലാം പനി, അങ്ങനെ അങ്ങ് പലവിധ പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും അങ്ങ് ആകെപ്പാടെ വലിയ നിരാശയിൽ കൂടി കഴിഞ്ഞു പോയ സമയമായിരുന്നു ചമ്പ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത്. ആരോടും പറയാനില്ല, വീട്ടുകാരോടും പറയാനില്ല, ടീമിനോടും പറയാനില്ല. ഈ പ്രയാസ സാഹചര്യമൊക്കെ വരുമ്പോൾ ഞങ്ങള് പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിചാരാതെ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ഞങ്ങൾ അവിടെ നിൽക്കാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവദാസൻ PG വാരീസ് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നിങ്ങൾ അവിടെ കിടന്ന് പ്രയാസപ്പെട്ട ജമ്മു എന്ന് പറഞ്ഞ സ്ഥലത്ത് നാഗറോട്ടയില് അവിടെ ഞങ്ങൾ വരാൻ പറയും. ഞങ്ങൾ പിന്നെ അവിടെ പോയി, കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയ്ക്കൊക്കെ ഒരു അല്പം വ്യത്യാസമൊക്കെ വന്നു. ഒരു നല്ല കാലാവസ്ഥയായി. എന്നും കുളിക്കുവാനും പല കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുള്ള നല്ല ഒരു സാഹചര്യം ജമ്മു വന്നു കഴിഞ്ഞപ്പോഴത്തേനെ നമുക്കുണ്ടായി. തണുപ്പൊക്കെ അത്രയും തണുപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ഹിമാചലൊക്കെ ഭയങ്കര തണുപ്പ്, പക്ഷെ ജമ്മു വന്നപ്പോൾ അത്രയും തണുപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഞങ്ങൾ അവിടെ 2 വർഷം നിന്നു. കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കോണം ദൈവം സഹായിച്ചു. അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാന്, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. മിലിറ്ററി ഏരിയയിൽ അനേകരെ വന്നു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനൊക്കെ അവിടെ വെച്ച് ഞങ്ങളെ സഹായിച്ചു. അവിടുന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് മാറി. ഒരു ദൈവദാസം വന്നു പറഞ്ഞു, 2 വർഷമേ നിങ്ങൾ ഇവിടെ നിൽക്കത്തുള്ളൂ എന്ന്. അതുപോലെ തന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ഈ പാരാദ്വീപിൽ കടന്നു വരുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. 88 മെയ് മാസത്തിലാണ് ഞങ്ങൾ ഈ പാരാദ്വീപിൽ കടന്നു വരുന്നത്. പാരാദ്വീപിൽ കടന്നു വന്നത് ഇവിടെ ഒരു ആരാധനയൊന്നും ഇല്ലായിരുന്നു, ചർച്ചില്ല. എല്ലാ ഹിന്ദുക്കളെയും കൊണ്ട് നിറഞ്ഞു കിടക്കുന്നതാണ്. നമുക്കന്ന് ഹിന്ദി അറിയത്തുള്ളൂ, ഒടിയായ ഒന്നും നമുക്ക് അറിയത്തില്ല. ഇന്ന് എല്ലാവരും ഇവിടങ്ങളിലെല്ലാം ഹിന്ദിയൊക്കെ പറയും, പക്ഷെ അന്നേ കാലത്ത് ഇവിടെ ഒഡിയ മാത്രമേ പറയത്തുള്ളൂ. നമുക്ക് പിന്നെ നമ്മുടെ അറിയാവുന്ന ഹിന്ദിയിലൊക്കെ എല്ലാ ആൾക്കാരോടൊക്കെ പറഞ്ഞ് നമ്മൾ പോകുമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറെ മലയാളീസ് 2 മാസം ആരാധന ഇല്ലാതെ വളരെ വിഷമിച്ചു. എവിടെ പോകാനാ, ചർച്ചില്ല. ആകെപ്പാടെ വളരെ ബുദ്ധിമുട്ടിൽ കൂടി കഴിഞ്ഞു പോകുന്ന ഒരു സമയത്ത് അവിടെ ബാപ്റ്റിസ്റ്റുകാരുടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. കൊച്ചൊരു ചർച്ചാണ്. അന്നേരം അവർക്ക് 3:30 തൊട്ട് അവർക്ക് ആരാധന വരുന്നത്. അപ്പൊ അതിന്റെ രാവിലത്തെ സമയങ്ങളെല്ലാം വെറുതെ കിടക്കുക. അന്നേരം ഞങ്ങൾ പോയി ചോദിച്ചു അച്ഛനും വേറൊരാളും കൂടെ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ സമയം എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ആരാധന ഞങ്ങളെ ഈ പാരാദ്വീപിൽ ഈ ചർച്ചിൽ വെച്ച് 10 മണി തൊട്ട് ഞങ്ങൾ ആരാധന ആരംഭിച്ചു. അത് ആരാധനയ്ക്ക് ആദ്യത്തെ ദിവസം അനേകം മലയാളീസ് ഇവിടെ ഉണ്ടായിരുന്ന സമുദായക്കാര് ഞങ്ങൾ എല്ലാവരെയും പോയി വിളിച്ചു, ഇവിടെ ആരാധന തുടങ്ങുവാനെ വരണമെന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞ ഒരൊറ്റ ബ്രദർ മാത്രം വന്നു, തോമസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബ്രദർ മാത്രം വന്നു, വേറെ ആരും വന്നിട്ടില്ല. സഹോദരിമാരുടെ സ്ഥാനത്ത് ഞാനും കുഞ്ഞുങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളുടെ 2 കൊച്ചു കുഞ്ഞുങ്ങളും ഈ തോമാച്ചാൻ എന്ന് പറഞ്ഞ ഈ ബ്രദറും മാത്രം വന്നിരുന്നു. അന്ന് ഞങ്ങൾ പാട്ടുപാടി പ്രാർത്ഥിച്ച് ഞങ്ങൾ അന്ന് സ്വത്രാഴ്ചയൊന്നും എടുത്തില്ല. എന്നാൽ ഇവിടുന്ന് സ്വത്രാഴ്ച എടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അന്ന് തോമാച്ചാന് 5 രൂപ തന്നു. പാരാദ്വീപിലെ ആദ്യത്തെ സ്വത്രാഴ്ചയാണ് 5 രൂപ. ദൈവം ആ 5 രൂപയെ ദൈവം ഓരോ ദിവസവും കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച
ആഴ്ച ആരാധന തുടങ്ങി. രണ്ടാമത്തെ ആഴ്ച ആരാധന തുടങ്ങിയപ്പോൾ വേറൊരു വ്യക്തി, ഒരു ബ്രദർ കടന്നു വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഓരോ ആഴ്ചയിലും പാസ്റ്റർ ഓരോരോ വ്യക്തികളെ ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങി. ആരാധനയിലെ കടന്നു വരാനും സംബന്ധിക്കുവാനായിട്ടും ഒക്കെ ദൈവം സഹായിച്ചു. എന്നാൽ ഇതിന്റെയൊക്കെ ഈ ഇവിടെ വന്ന് ആരാധന തുടങ്ങിയ ന്യൂ ഇയറിന്റെ പ്രാർത്ഥന ഞങ്ങൾ എല്ലാ ആഴ്ച വെക്കുമായിരുന്നു. ഒരു പ്രാർത്ഥനയും മുടക്കാതെ ഞങ്ങൾ വെക്കുകയാണ്. 2-3 പേരെ ഉള്ളെങ്കിലും എങ്ങനെ പോകണം അതുപോലെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ന്യൂ ഇയറിന്റെ പ്രാർത്ഥനയ്ക്ക് എന്റെ കയ്യിലെ സ്തോത്രാഴ്ച ഇടാൻ പൈസ ഇല്ല. ഞാൻ വിഷമിച്ച്, എന്നാലും വിഷമവും കാര്യങ്ങളും ഒന്നുമില്ല. അത് നമ്മളെ കാണിക്കുക. ന്യൂ ഇയറിന്റെ പ്രാർത്ഥനയല്ലേ, പുതുവർഷത്തിലെ സ്തോത്രാഴ്ച ഇടണം. ഞങ്ങളുടെ ആരുടെയും കയ്യിൽ പൈസ ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിശ്വാസി വന്ന് എന്നോട് ചോദിച്ചു, ആന്റിയുടെ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സുരഭി എന്റെ പൈസയൊന്നുമില്ല, ഞങ്ങളും വിഷമിച്ചിരിക്കുക, പൈസ ഇല്ലെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ അങ്ങ് ആരാധനയ്ക്ക് അങ്ങ് പോയി. ചർച്ചയിൽ അങ്ങ് ചെന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ ഉള്ളൂ. ഞങ്ങൾ ചർച്ചയിൽ ചെന്നു, ആരാധനയെല്ലാം തുടങ്ങി. സ്തോത്രാഴ്ചയുടെ സമയമൊക്കെ ആയി, പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ എന്റെ പുറകിൽ നിന്ന് ഒരാൾ എന്നെ ഇങ്ങനെ തോണ്ടി വിളിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ പൈസ വെച്ച് നീട്ടുകയാണ്. എന്നാൽ ആ കുടുംബത്തിനൊന്നും അറിയത്തേ ഇല്ല, ഞങ്ങളുടെ അവസ്ഥ ആ കുടുംബത്തിനെ അറിയത്തില്ല. എന്നെ നീട്ടിയിട്ട് എന്റെ 20 രൂപ എന്റെ തരുവാണ്. 20 രൂപ വന്നപ്പോ എനിക്കിത് ഇടാൻ ഒരു മടി പോലെ. ആ സഹോദരി കണ്ടു കഴിഞ്ഞാൽ പറയും ഞാൻ കള്ളം പറഞ്ഞതാണ്. ആ സ്തോത്രാഴ്ച ഇടാൻ എനിക്കൊരു മടി പോലെ വന്നു. ഞാൻ 10 രൂപയ്ക്കാണ് ആഗ്രഹിച്ചത്. പക്ഷെ ഈ സഹോദരി എനിക്ക് തന്നത് 20 രൂപ തന്നു. ഒരൊറ്റ നോട്ട് എനിക്ക് തന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. എങ്ങനെ ദൈവം തന്റെ മക്കളുടെ ആഗ്രഹം അനുസരിച്ച് ദൈവം പ്രവർത്തിച്ചു. ഞാൻ ആ സ്തോത്രാഴ്ച കിട്ടിയതിന് ശേഷം എന്നോട് പൈസ ചോദിച്ച സഹോദരിയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, എന്റെ തന്ന പൈസയാണ് ഞാൻ ഇട്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പാരാതി വന്നു പാസ്റ്റേ അനേക അനുഭവങ്ങളിൽ കൂടി പോവാനായിട്ട് ദൈവം സഹായിച്ചു. അതുപോലെ എന്റെ മാതാവ് ഒന്ന് വീണ് ഭയങ്കരമായിട്ട് പിന്നെ എണീക്കാൻ വയ്യാതുകൊണ്ട് വളരെ കഷ്ടതയിൽ കൂടി കടന്നുപോയി. ഒരു 3-4 മാസം അങ്ങനെ കിടന്നു. അപ്പോൾ എനിക്ക് വലിയ ഒരു ആഗ്രഹം തോന്നി, എന്റെ മാതാവിനെ പോയി കാണാമെന്ന് എനിക്ക് വളരെ ആഗ്രഹം തോന്നി. ഞങ്ങളുടെ കയ്യിലെങ്ങും ഒരു പൈസ പോലും ഇല്ല പാസ്റ്റേ, എങ്ങനെ പോകാന്? അന്ന് 500 രൂപ മതി റിസർവേഷൻ ചെയ്യാൻ, ട്രെയിന് 500 രൂപ മതി. ഒന്നുമില്ല, ആരുടെ അടുത്ത് പോകാനും ഇല്ല, ഒന്നുമില്ലാതെ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബാപ്റ്റിസ്റ്റിലെ ഒരു പ്രസിഡന്റ് ഉണ്ട്. ഞങ്ങള് പോയി പ്രാർത്ഥിച്ച ഒരു കുടുംബമാണ്. എന്നാൽ അവര് ബാപ്റ്റിസ്റ്റിലാ പോകുന്നത്. നമ്മളോട് അത്ര സഹകരിക്കത്തില്ല, നമ്മൾ അത്ര പെന്തക്കോസ്തരാണ് പറഞ്ഞ അത്ര സഹകരിക്കത്തില്ല. എന്നാൽ ആ അങ്കിളും ആന്റിയും കൂടെ ഒരു ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് ആ അങ്കിൾ ഇവിടെ പോർട്ടിനകത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ അങ്കിള് കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവം അങ്കിളിനോട് വന്ന് പറയാണ്, പാസ്റ്റർ വീട്ടിൽ നീ കൊടുത്തോനെ. അന്നേരം അങ്കിള് കൊടുത്തു. അങ്കിളിന്റെ ഭാര്യ എന്തോരും വിളിച്ചു പറയുമായിരിക്കുന്നു കണ്ടോണ്ട് അങ്കിള് പിന്നെ അങ്ങ് കിടന്നു. അങ്കിള് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്കിളിന്റെ ആന്റി ഉണ്ട് കിടന്ന് നല്ലപോലെ കിടന്ന് ഉറക്കമാണ്. രണ്ടാമതും പിന്നെ ഈ അങ്കിള് കിടന്ന് ഉറക്കം തുടങ്ങി. ഉറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ അങ്കിളിന്റെ അടുത്ത് ദൈവം വന്ന് പറഞ്ഞു, നീ പാസ്റ്റർ വീട്ടിൽ കൊടുത്തോ എന്ന് 2 ശബ്ദം ഇങ്ങനെ തോന്നും. അപ്പോഴത്തേന് ഈ അങ്കിൾ അങ്ങ് എഴുന്നേറ്റ് തന്നെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പാസ്റ്റർ വീട്ടിൽ വരെ പോകണമെന്ന് പറഞ്ഞു. പാസ്റ്റർ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. 2 പേരും കൂടെ ഒരുങ്ങി സന്ധ്യ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് ആദ്യമേ ഒരു കവർ പാസ്റ്ററുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. പാസ്റ്ററെ നോക്കുമ്പോൾ 500 രൂപയുണ്ട് ആ കവറിനകത്ത്. ദൈവം തമ്പുരാൻ അത്ഭുതം പ്രവർത്തിച്ച 500 രൂപ ഞങ്ങൾക്ക് തന്നു. എനിക്ക് നാട്ടിൽ പോകാനായിട്ടുള്ള റിസർവേഷൻ ചെയ്യാൻ അവിടെ പൈസയും കാര്യങ്ങളും ഒക്കെ ആയി. അങ്ങനെ അങ്കിളും ആന്റിയും കൂടെ ദൈവം അങ്ങനെ പ്രവർത്തിച്ചു. അങ്കിളുടെ ആന്റിയും കൂടി ദൈവം അത് സഹായിച്ചു. ഇങ്ങനെ ഓരോരോ അനുഭവത്തിൽ കൂടി ദൈവം ഞങ്ങളെ കടത്തി വിടുവാനായിട്ട് സഹായിച്ചു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം വന്നതുകൊണ്ട് എന്തോ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ആരെല്ലാം എതിർത്തെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവം ആർക്കും കണ്ണിക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മളെ അതിൽ കൂടിയൊക്കെ നടത്തി വിട്ടതുകൊണ്ട് നമുക്കത് പറയുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് മാർഗമില്ലാതിരുന്നു. മോളും മോനും 2 പേർക്കും ഫീസ് കൊടുക്കണം. കോൺവെന്റിൽ പഠിക്കുകയാണ്. അപ്പൊ ഫീസ് കൊടുക്കാനേ മാർഗമില്ല. 1 മാസത്തെ ഫീസ് വന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഇത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കോൺവെന്റുകാർ അത് ഫൈൻ ചെയ്തു. കുറച്ച് പൈസയേ ഉള്ളൂ, ഫൈൻ ചെയ്തു. അപ്പോളെ ഫീസ് കൊടുക്കേണ്ട ദിവസം കഴിഞ്ഞ് അല്ലാതെ പാസ് പോയി പൈസ കൊടുക്കാനേ അവിടെ ഓഫീസിൽ ചെന്നപ്പോൾ പ്രിൻസിപ്പൾ ചോദിച്ചു, ഫീസ് കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലേ, ഇന്ന് എന്നാ വന്നെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ കൊടുക്കാൻ പറ്റിയില്ല അതാന്ന് പറഞ്ഞു. അപ്പൊ ഈ സിസ്റ്റർ പിന്നെയും ചോദിക്കുവാണേ,
നിങ്ങൾക്ക് എന്തോ ഫീസ് കൊടുക്കാൻ എന്തോ ഭാരമുണ്ടോ എന്ന്. അച്ഛനൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് കാരിസ്മാറ്റിക് ഒത്തിരി നല്ല കഥകളും ബൈബിളിനെ കുറിച്ചൊക്കെ ആ പ്രിൻസിപ്പൾ ഇങ്ങനെ ചോദിച്ചു, പാസ്റ്ററോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വീണ്ടും അതിന്റെ ഇടയ്ക്ക് ചോദിക്കുവാണ്, നിങ്ങൾക്ക് 2 മക്കളെ പഠിപ്പിക്കാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് പറയുന്നതിനിടയ്ക്ക്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഫീസ് എല്ലാം തന്നെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഈ പ്രിൻസിപ്പള് അതിന്റെ ക്ലർക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവരുടെ 2 മക്കൾ പഠിക്കാൻ ഒരാളുടെ ഫീസ് കൺസെഷൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ദൈവം അവിടെ വലിയ അത്ഭുതം പ്രവർത്തിച്ചു. നമുക്ക് ഒരു അല്പം ലേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ എന്തോ ചെയ്തു, നമുക്ക് നന്മയ്ക്കായിട്ട് അവിടെ ഒരു കാര്യം ചെയ്യുവാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങളുടെ മോളെ 8ാം ക്ലാസ് വരെ പഠിച്ചത് 1 പൈസ പോലും ഫീസ് കൊടുക്കാതെ മോള് പഠിച്ചത്. അത് ഒരു ദിവസം ഫീസ് കൊടുക്കാനായിട്ട് താമസിച്ചു. ഫൈൻ അടിച്ചപ്പോൾ ദൈവം മറുവശത്ത് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണത്. അങ്ങനെ 8ാം ക്ലാസ് വരെ മോള് ഫീസ് കൊടുക്കാതൊക്കെ പഠിച്ചു. ഞങ്ങൾ അവിടുന്ന് മോളെ അവിടുന്ന് 10 വരെ പഠിച്ചു. പിന്നെ അവിടുന്ന് മോൾ ഇവിടെ കോളേജിലൊക്കെ പഠിക്കാൻ കുഞ്ഞുങ്ങൾക്ക് ദൈവം സഹായിച്ചു. പലവിധ പ്രയാസങ്ങളാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ആ അനുഭവം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് പ്രയാസങ്ങളും ഭാരങ്ങളും കഷ്ടതകളും നിന്ദകളും, ഒരു സൈഡിൽ കൂടി നമ്മളെ ആൾക്കാർ നിന്ദിക്കാൻ തുടങ്ങും, ഒരു സൈഡിൽ കൂടി നമുക്ക് സാമ്പത്തികമായി നമുക്കൊന്നുമില്ല, വീട്ടുകാരുടെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി നമ്മൾ കടന്നുപോവുകയാണ്. പക്ഷെങ്കിൽ ആ സമയത്തൊക്കെ ഏലിയാവിന്റെ ദൈവം എങ്ങനെ കാക്കയെ പോഷിപ്പിച്ചു, അതുപോലെ ദൈവം ആരിൽ കൂടെ എങ്കിലും അത് നമ്മുടെ ആവശ്യമനുസരിച്ച് ദൈവം നമ്മളെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ എൻ്റെ മാതാവിനെയൊക്കെ പോയി കാണുവാനായിട്ട് ദൈവം സഹായിച്ചു. റിസർച്ച് ചെയ്തു. എൻ്റെ മാതാവിനെ പോയി കാണുവാനും ഒരു 10 ദിവസം അവിടെ നിന്ന് എൻ്റെ മാതാവിനെ ശുശ്രൂഷ ചെയ്യുവാനൊക്കെ ദൈവം സഹായിച്ചിട്ടാണ് ഞാൻ തിരിച്ചു മടങ്ങി വന്നത്. കാരണം കുഞ്ഞുങ്ങൾ 2 ഇവിടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു മടങ്ങി വന്നത്. കാരണം അതിനുശേഷം പിന്നെ ഒരു 6 മാസം പോലും കടന്നിട്ടില്ല, ഞങ്ങളുടെ അമ്മച്ചി ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ പ്രതിസന്ധികൾ കൂടി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴൊക്കെ ദൈവം ഞങ്ങളെ നടത്തി. അതിനേക്കാളും പിന്നെ അതുപോലെ തന്നെ അനേകം മരണത്തിന്റെ താഴ്വരെ കൂടി ഈ പരാതി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കടന്നുപോയ സന്ദർഭങ്ങളുണ്ട് പാസ്റ്ററെ. ആദ്യമേ 99 ഒക്ടോബറിൽ ഇവിടെ ഒരു സൂപ്പർ സൈക്ലോൺ ഉണ്ടായി. ആ സൈക്ലോണിന്റെ സമയത്ത് ഞങ്ങളെ സന്ധ്യാസമയത്ത് ഞങ്ങളെ എപ്പോഴും കാറ്റൊക്കെ അടിക്കും, പക്ഷെ എന്നും ഓർത്ത് കാറ്റടിച്ച് ഇങ്ങനെ അങ്ങ് പോകുമെന്ന് ഓർത്തു. ഞങ്ങൾ ഒരു ബ്രദറിന്റെ വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയി. ഒരു കുടുംബമുണ്ട്, അവരെ പ്രാർത്ഥിച്ചു തരണം. അവര് പൂനായില് പോവാണ്, ഒരു കമ്പനി ജോലി ചെയ്യുന്ന ആൾക്കാരാ. അപ്പൊ അവരിവിടെ നിന്ന് പോവുക. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു വന്ന് പ്രാർത്ഥിച്ചു വിടണമെന്ന്. ഞങ്ങൾ പോയി, ഞാനും അച്ഛനും ഞങ്ങൾ 2 പേരും കൂടെ പോയി. ഞങ്ങൾ അവിടെ ചെന്ന് അവരെ പ്രാർത്ഥിച്ചു വിട്ടു. അവിടുന്ന് പറഞ്ഞ ആഹാരവും ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങളെ അപ്പോഴത്തേനെ കാറ്റങ്ങ് തുടങ്ങി. അവര് പറഞ്ഞു, പെട്ടെന്ന് പൊക്കോ പാസ്റ്റർ, പെട്ടെന്ന് പൊക്കോ, അല്ലെങ്കിൽ ബൈക്കിന് പോവുകയാണ്, പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങള് ഈ ഇറങ്ങി അവിടുന്ന് തിരിച്ച് ഒരു 12 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി തിരിച്ച് കാറ്റടിച്ച് വന്നു കഴിഞ്ഞ് ഞങ്ങള് ഒരു വിധത്തിൽ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ 2 പേരെ എഴുത്തിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ വന്ന് കയറി, കാറ്റിന്റെ ശക്തി അങ്ങ് തുടങ്ങി. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാത്രി മുഴുവൻ അങ്ങ് കാറ്റെന്ന് പറഞ്ഞാൽ വലിയ മരങ്ങളൊക്കെ അങ്ങ് പിഴുതു വീഴുവാന്ന് പറഞ്ഞാൽ വീഴുക. അതും മഴത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പി വന്ന് അടിക്കുന്ന പോലെ നമ്മുടെ വീട് വന്ന് അടിക്കുന്നത്. അങ്ങ് വെള്ളം കയറുന്നു. അതിന് മാത്രമല്ല, കാറ്റ് തുടങ്ങി കഴിഞ്ഞപ്പോൾ കടലിൽ നിന്ന് വെള്ളം കയറാൻ തുടങ്ങി. ആകെപ്പാടെ വലിയ പ്രയാസമായി, അങ്ങ് ഭയവും പേടിയുമായി. കരണ്ടും പോയി. 16 ദിവസം കറണ്ട് ഇല്ലാതെ ഞങ്ങൾ കഴിഞ്ഞു. അങ്ങനെ കാറ്റങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞു. ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ജനലിന്റെ എല്ലാം കതവും എല്ലാം ഞങ്ങൾ കയറിയിട്ടൊക്കെ കെട്ടി എന്ന് വെച്ചു. പക്ഷെ എല്ലായിടത്തോടും വെള്ളം അടിച്ച് കയറാൻ തുടങ്ങി. വെള്ളം അടിച്ച് ഞങ്ങളുടെ മെത്തയും കാര്യങ്ങളെല്ലാം നനഞ്ഞ് ബാൽക്കണി എല്ലാം വെള്ളം കൊണ്ടങ്ങ് നിറഞ്ഞു. കാരണം വലിയ ഈ മരത്തിന്റെയൊക്കെ ഈ ശിഖകളൊക്കെ കാറ്റത്ത് പറന്ന് വന്ന് ഈ ബാൽക്കണിയിലെല്ലാം വീഴുക. മണ്ണും കരിയിലും എല്ലാം കൊണ്ട് കിടന്നു. വെള്ളത്തിന് പോകാൻ സ്ഥലമില്ല. വെള്ളം മുഴുവൻ നമ്മുടെ മുറിയിലോട്ട് കയറി. അവിടുന്ന് വെന്റിലേറ്ററിൽ നിന്ന് കയറുന്ന വെള്ളം എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ബെഡും എല്ലാം നനഞ്ഞ് മുറിക്കകത്തൂടെ എല്ലാം വെള്ളം ഒഴുകാൻ തുടങ്ങി. അതുമാത്രമല്ല, ഈ കടൽ അകത്ത് കയറാൻ തുടങ്ങി. ഞങ്ങൾ താമസിക്കുന്ന കടലിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരമേ മാത്രമേ ഉള്ളൂ. കടലിൽ നിന്ന് വെള്ളം കയറാൻ തുടങ്ങി. ഭയങ്കര കാറ്റും മഴയും എന്ന് പറഞ്ഞാൽ, അതിന്റെ മഴയും കാറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാറ്റ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. കാറ്റിന് കൈയുണ്ടോ കാലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലത്തെ കാറ്റും മഴയുമായിരുന്നു. അത് 36 മണിക്കൂർ ഒരുപോലെ നിന്നെന്ന് പറഞ്ഞാൽ ഒരുപോലെ നിന്ന്. കറണ്ട് പോയി. ഫോണ് അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. ആരുടെയും കയ്യില് ഈ മൊബൈൽ ഫോൺ ഒന്നുമില്ല, ലാൻഡ് ഫോണാണ് തന്നെ. ഫോണെല്ലാം പോയി, കറണ്ട് എല്ലാം പോയി. ഞങ്ങളെല്ലാം കൂരിരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂരിട്ടത്ത് ഞങ്ങൾ ഇരിക്കുവാണ്. രാത്രി ആകുമ്പോഴത്തേന് എനിക്കങ്ങ് വെപ്രാളം കയറുക.
എന്ന് പറഞ്ഞാൽ അങ്ങ് വെപ്രാളം കയറി കടലിലെല്ലാം കയറിക്കൊണ്ടിരിക്കുക. ഈ കുഞ്ഞുങ്ങളൊക്കെ എന്തോ ചെയ്യുന്നത് കണ്ട് എവിടെ പോനാ, ഞങ്ങളുടെ താഴെ താമസിക്കുന്ന നിലയില് എല്ലാം വെള്ളം കയറി. അവര് വെള്ളം കയറി അതിലുള്ള ആൾക്കാരെ എല്ലാം വലിച്ചുകൊണ്ട് അവര് മോളിലൊക്കെ കയറ്റിക്കൊണ്ട് വന്നിരുന്നു. അപ്പൊ രാത്രി ആകുമ്പോഴത്തേന് അങ്ങ് ഭയങ്കര പേടിയും ഭയവും എല്ലാം തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു രാത്രിയില് പിന്നെ മാസത്തിന്റെ അവസാനമാണ്, ആരുടെ കയ്യിലും പൈസ ഇല്ല, ഒന്നുമില്ല, വളരെ ബുദ്ധിമുട്ട്. എംപ്ലോയീസിന്റെ കയ്യിലും ഒന്നുമില്ല, കാരണം മാസത്തിന്റെ അവസാനമാണ്. ഈ ആരും അത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു രാത്രിയില് ഒരു അല്പം എണ്ണ ഇവിടെ ഇരുന്നു, പാസ്വേഡ് ഒരു ബെന്നും വലിച്ചേറി ഞാൻ അത് കത്തിച്ചു. അത് കത്തി കഴിയുമ്പോൾ എന്റെ മനസ്സിന് ഒരു ശകലം വെട്ടം പോലെ കിട്ടി, ഒരു സന്തോഷം പോലെ ഉണ്ട്. അത് കെട്ടി കഴിയുമ്പോൾ അങ്ങ് അന്ധകാരം എന്ന് പറഞ്ഞാൽ ഞാൻ അടുക്കളയിൽ പോയിരുന്നു പ്രാർത്ഥിക്കാൻ. ദൈവമേ, രണ്ട് കൈയും കൂടെ പൊത്തിക്കൊണ്ട് ആ ശബ്ദം, എനിക്ക് കാറ്റിന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ വയ്യ. ഞാൻ രണ്ട് കൈയും പൊത്തിക്കൊണ്ട് ഈ കിച്ചന്റെ അവിടെ ഒരു ചെറിയൊരു കസാരയില് ഒരു ചെറിയൊരു സ്റ്റൂൾ ഇട്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഞാൻ ഈ മുറിയിലോട്ട് എങ്ങും ഞാൻ വരത്തില്ല, കാരണം കാറ്റിന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ വയ്യ. മുഴുവൻ ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു അര മിനിറ്റെങ്കിലും കാറ്റൊന്നും നിന്നിരുന്നെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. വെള്ളമില്ല, എല്ലാം കൊണ്ടും ഭയങ്കര പ്രശ്നങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ വെള്ളിയാഴ്ചയായി കഴിഞ്ഞപ്പോൾ ബുധനാഴ്ച വൈകിട്ട് തുടങ്ങിയത്, വ്യാഴാഴ്ച പകലും രാത്രിയും എല്ലാം വന്നു. വെള്ളിയാഴ്ച ഒരു ഉച്ചയായപ്പോ ഒരു 12:30 ആയപ്പോഴത്തേന് പാസ്റ്റർ ആ ജനലിന്റെ ഇടയക്കടെ നോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ട് കടൽ കയറി 4 വശത്തും വെള്ളം കയറി നിൽക്കുവാണ്. അപ്പോഴത്തേന് വീട് കിടന്ന് കുലുങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് വലിയ പേടിയായിപ്പോയി. കാരണം വീട് ഇടിഞ്ഞ് വീണ് കർത്താവ്, ഞങ്ങൾ ആരും ഇവിടെ കിടന്ന് മരിച്ചു പോകലേന്ന് ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഞാൻ അകത്തിരുന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, എന്റെ വാ പൊളിക്കോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അടുക്കളയിൽ തന്നെ ഇരിക്കുവാണ്. കർത്താവെ, അര മിനിറ്റെങ്കിലും ഈ കാറ്റൊന്ന് ഒതുക്കിത്തണേ, മാറിത്തരണേ എന്ന് പറഞ്ഞിട്ട് എന്തോ ചെയ്യാൻ, എങ്ങോട്ട് പോകാന്, ആരോടും ഒരു കോണ്ടാക്ട് ചെയ്യാനായിട്ടില്ല. ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എന്റെ ഹൃദയത്തിൽ ഓടി വന്ന്, എന്റെ ഹൃദയം അങ്ങ് തീ കൊണ്ട് വന്ന് പെടയുന്നത് പോലെ എന്റെ ഹൃദയത്തിൽ ആരോണ്ടോ ഓടി വന്ന് പറയാണ്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ ജീവിപ്പിക്കുകയില്ലയോ എന്നൊരു വാക്യം എന്റെ ഹൃദയത്തിൽ കൂടി ഇങ്ങനെ കയറി ഇറങ്ങുവാണ്. എന്റെ തീ പോലെ കത്തിയുന്ന എന്റെ ഹൃദയത്തില് എനിക്ക് വലിയൊരു സമാധാനമായി ഉണ്ടായി. അത് മാത്രമല്ല, കാറ്റിന്റെ ആ ഗതി കൊണ്ട് ഒരു അല്പം ഒന്ന് കുറയാനായിട്ട് തുടങ്ങി. എനിക്ക് വലിയ സന്തോഷമായി തോന്നി. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഞാൻ ഓർത്തു, ദൈവം ഇനിയും പ്രാർത്ഥന കേൾക്കത്തില്ലയോ, ദൈവം നമ്മളെ കൈവിട്ടോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയ സമയങ്ങൾ. കാരണം അതുപോലെ 36 മണിക്കൂർ ഒരുപോലെ നിന്ന് കാറ്റും മഴയും അടിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ദൈവം ആ വചനം തന്നെ എന്നെ ബലപ്പെടുത്തി എനിക്ക് ദൈവം ഒരു സഹിച്ചു നിൽപ്പാനായിട്ട് ദൈവം കൃപ തന്നു. അന്ന് ആ വാക്യം എവിടാന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ അത് നോക്കി 85 സംഘത്തിൽ ഞാൻ നോക്കിയ വാക്യം എടുത്തു, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ ജീവിപ്പിക്കുകയില്ലയോ എന്നുള്ള വചനം എന്നോട് എന്റെ ഹൃദയത്തിൽ വന്ന് എനിക്ക് വളരെ ശക്തമായിട്ട് എന്നെ അത് അടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോഴെനിക്ക് മനസ്സിൽ വലിയ ഒരു സമാധാനം പോലെ എനിക്ക് വന്നു. ദൈവം അത്ഭുതം, ഒരു അര മിനിറ്റ് കാറ്റിങ്ങനെ നിൽക്കുവാണ്, ചെറുക കാറ്റ് പിന്നെ നിൽക്കാനായിട്ട് തുടങ്ങി. ദൈവം വളരെ അത്ഭുതമായിട്ട് ദൈവം ആ കാറ്റത്തെ മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾ ഓർത്തു ഞങ്ങൾ മരിച്ചു പോകുന്നു. എന്നാല് ദൈവം അതിൽ നിന്നെല്ലാം ദൈവം ഞങ്ങളെ വിടുവിച്ച് കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. അനേകര് ഈ പാരാദ്വീപിലെ ആ കാറ്റത്ത് മഴയത്തും അനേകര് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അനേകര് മരിച്ചുപോയി, എണ്ണമില്ല, അതുപോലെ ആൾക്കാർ മരിച്ചുപോയി. എന്നാൽ ദൈവം തന്റെ മക്കളെ ഒരു സ്വർഗ്ഗദൂതൻ എങ്ങനെ വന്ന് കാത്തു പരിപാലിക്കുന്നു അതുപോലെ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി ദൈവം വിടിവെച്ച് ഞങ്ങളെ സഹായിച്ചു. അതിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കണമെന്ന് പോലും ഞങ്ങൾക്ക് ചിന്തയില്ലായിരുന്നു, കാരണം എല്ലാം നശിച്ചുപോയി. മരങ്ങളെല്ലാം വീണു, വഴികളില്ല, എല്ലാം ബ്ലോക്കായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആർക്കും റിലീഫൊക്കെ വന്നു കഴിഞ്ഞാല് എംപ്ലോയീസിനൊക്കെ റിലീഫ് കൊടുക്കും, നമുക്ക് തരാൻ ആരുമില്ല. നമ്മൾ ഇങ്ങനെ വളരെ ദുഃഖിച്ചും ഭാരപ്പെട്ടും ഒക്കെ നമ്മൾ കഴിയുകയാണ്. ആ കഴിയുന്ന സമയത്ത് സൈക്ലോണൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ എല്ലാം ഭയങ്കര നാറ്റമാണ്. ഈ ശവങ്ങളൊക്കെ കിടന്നു അങ്ങ് ഭയങ്കര നാറ്റവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കിടക്കുവാണ്. പാസമൊക്കെ ഇതൊക്കെ കാണാൻ പോകും. ഒരുപാട് ഡെഡ് ബോഡികൾ ഇങ്ങനെ കണക്കില്ലാതെ ആൾക്കാർ മരിച്ചുപോയി. കാറ്റത്തിറങ്ങി ഓടിയ ആൾക്കാരെ എല്ലാം കാറ്റെടുത്ത് അടിച്ച് അങ്ങ് എല്ലാവരും, ഒരുപാട് ആൾക്കാർ മരിച്ചു, ഒരുപാട് പേരെ വീടൊക്കെ പോയി, ഒരുപാട് പേരുടെ വെള്ളത്തിൽ കൂടി ഒഴുകിപ്പോയി, ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, ഒന്നുമില്ലാതെ ഞങ്ങൾ ഇവിടെ ഇരിക്കുവാണ്. ആ സമയത്ത് ഞങ്ങളെ മോളിൽ താമസിക്കുന്ന ഒരു ഹിന്ദു ഒരു സഹോദരനുണ്ട്. പുള്ളിക്കാരൻ മാർക്കറ്റിലും എങ്ങാണ്ട് പോയിച്ച് വന്ന് പറഞ്ഞു, ഇന്ന് ഇവിടെ പച്ചക്കറി വന്നിട്ടുണ്ട്, ബീഹാറിൽ നിന്ന് എങ്ങാണ്ട് പച്ചക്കറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എല്ലാരും പോയി വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ പോയി വാങ്ങാനായിട്ട് പൈസകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളുടെ അവസ്ഥ അറിയാൻ ദൈവം മാത്രമല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു.
ആരുമില്ല ഞങ്ങളെ അറിയുവാനും കേൾക്കുവാനും. അപ്പം പാസ്റ്റർ ഇങ്ങനെ ഈ കസേരയിട്ട ഈ വെളിക്ക് ഇങ്ങനെ ഇരിക്കുവാണ്. പൈസയൊന്നുമില്ല. ആ സഹോദരൻ വന്ന് ഇങ്ങനെ പറഞ്ഞു പോയി, പക്ഷേ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ ഒരു ബൈക്കിൽ ഒരാൾ വന്ന് താഴെ വന്നു പാസ്റ്റർ ഇങ്ങനെ കൈ താട്ടി പിടിച്ച് താഴോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. ഒരു മുസ്ലിം ഒരു യുവാവാണ് വന്ന് പാസ്റ്റർ താഴോട്ട് ഇറങ്ങി ചെന്നു. അന്നേരം പറഞ്ഞു വർഗീസ് തന്നതാണ്, 3 പേരുടെ കയ്യിൽ മാറി മാറി കൊടുത്ത് ഈ പൈസ തന്നതാണ്. കാരണം ബീഹാറിൽ നിന്ന് ഒരു സഹോദരൻ ഇവിടുന്ന് പോയ ഒരു സഹോദരനാണ്. ആ സഹോദരൻ പറഞ്ഞു ഇത് പാസ്റ്ററൊക്കെ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊന്നും ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, കിട്ടിയോ കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല, ഞാൻ ഈ ബ്രദറിന്റെ കൊടുത്തു വിടുവാന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കവറ് തന്നു. കവറ് വന്ന് നോക്കി പക്ഷേ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ട് 1000 രൂപയുണ്ട്. ദൈവം സഹായിച്ചു. ഞങ്ങളെ പോയി പച്ചക്കറി വാങ്ങാനും ഞങ്ങളെ എല്ലാത്തിനുമായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ചു. ഇല്ല, ഏലിയാവിന്റെ ദൈവം ഞങ്ങളുടെ ദൈവമായിട്ട് കൂടെയായിരുന്നു. നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ ആ ഒരു നന്മയ്ക്കും മുടക്കില്ലാതെ ആ കൊടുങ്കാറ്റിലും ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഇവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് പാസ്റ്ററെ. ഞങ്ങളുടെ പൈപ്പില് ഓരോ തുള്ളി വെള്ളം വരുമായിരുന്നു. ആ വെള്ളം ഇങ്ങനെ വന്ന് ഞങ്ങൾ ബക്കറ്റ് വെച്ച് പിടിക്കുവാനും ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ദൈവം തമ്പുരാൻ തന്നു ഞങ്ങളെ നടത്തി. പിന്നെ ഈ കൊടുങ്കാറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് പിന്നെ എല്ലാം നന്നാകാനൊക്കെ തുടങ്ങി, എല്ലാം നല്ല ഇതായിട്ടൊക്കെ പോകാനൊക്കെ തുടങ്ങി. അന്നേരവും നമുക്ക് ഇവിടെ ചർച്ചിൽ പോകാനും എടുക്കാനും ആൾക്കാരും ഇല്ല, ഒന്നുമില്ല. നമ്മൾ വളരെ ബുദ്ധിമുട്ടിലും ഭാരത്തിലും ഇവിടെ നിൽക്കണോ എന്ന് കണ്ടുകൊണ്ട് 2 ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. എന്നാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ആ പ്രതിസന്ധികളിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ദൈവം ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങൾക്ക് ഓരോ ആവശ്യങ്ങളും ഒത്ത് ദൈവം സഹായിച്ച് ദൈവം ഞങ്ങളെ നടത്തി, ഞങ്ങളെ പരിപാലിച്ചു. അത് കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ വഹിക്കുന്നത് പോലെ ദൈവം തന്റെ മക്കളെ ചിറകിൽ വഹിച്ചു. ഞങ്ങളുടെ വീട്ടിലെ നാട്ടിലെല്ലാം പറഞ്ഞു ഞങ്ങളെല്ലാം മരിച്ചുപോയി. കാരണം ഫോണില്ല, ആരുമായിട്ടും ബന്ധപ്പെടാനില്ല, ഒന്നുമില്ല. ഞങ്ങളെല്ലാം മരിച്ചു പോയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാം എല്ലാവരും പറയാൻ തുടങ്ങി. 16 ദിവസം കഴിഞ്ഞ് 16ാമത്തെ ദിവസമാണ് ഈ കടയിൽ ഒരു ലാൻഡ് ഫോൺ ശരിയാക്കി. അന്നേരം അച്ഛൻ അവിടെ ചെന്ന് വീട്ടിലോട്ടൊക്കെ വിളിച്ചപ്പോൾ അവർക്ക് ഈ ശബ്ദം കേട്ടപ്പോൾ വലിയ അത്ഭുതമായിരുന്നു. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് ഒരു ശബ്ദം. അതുപോലെ തന്നെ പാരാദീപിനെ കുറിച്ച് ഭയങ്കര ഇതാണ്, സകലതും മുങ്ങിപ്പോയെന്നായിരുന്നു പാരാദീപിനെ കുറിച്ച് ടിവിക്കകത്തൊക്കെ വന്നുകൊണ്ടിരുന്ന ന്യൂസുകളെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ദൈവം അവിടുന്ന് ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങളെ വീണ്ടും പിന്നെയും ദൈവം ഇവിടെ നിർത്തുവാനായിട്ട് ദൈവം സഹായിച്ചു. കർത്താവ് സഭയോടൊക്കെ ആത്മാക്കളൊക്കെ കടന്നു വരാൻ സഹായിച്ചു. ദൈവം ഞങ്ങളെ ഇത്രത്തോളം നടത്തി. പിന്നെ അനേക മരണത്തിന്റെ താഴ്വരകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം ഉണ്ടായി. ഞങ്ങളെ ഒരു 12 കിലോമീറ്റർ ദൂരത്തില് ബൈക്കിൽ നിന്ന് ഞങ്ങളെ അച്ഛനും ഞാനും കൂടെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ പോയിട്ട് വിസിറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരികയാണ്. വരുന്ന സമയം ഇടയ്ക്ക് ഒരു ശകലം ഇരുട്ട് പോലെ ഉണ്ടായിരുന്നു, ഒരു ഹമ്പും ഉണ്ടായിരുന്നു. ഹമ്പ് കണ്ടില്ല, ആശാൻ കണ്ടില്ല. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുവാ, വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വണ്ടി സ്പീഡിൽ ഇങ്ങോട്ട് വരുവാണ്. വരുന്ന സമയം ഹമ്പ് നോക്കാതെ എന്തോ എന്ന് അറിയാമോ അച്ഛൻ ഈ ഹമ്പേ കൂടെ കയറി വണ്ടി ഓടിച്ചു. അച്ഛന്റെ കയ്യിൽ നിന്ന് ഈ വണ്ടി വിട്ടുപോയി. ഞാന് പോയി ഒരടി ദൂരത്തിൽ പോയി വീണ് കഴിഞ്ഞപ്പോ പാസ്റ്ററും വീണിട്ട് ആർക്കും അറിയത്തില്ല, എവിടാന്ന് അറിയത്തില്ല. എന്നെ നോക്കിക്കഴിഞ്ഞപ്പോ ഞാൻ ഒരുപാട് മുന്നില, എനിക്ക് ബോധവുമില്ല, ഒന്നുമില്ല. പാസ്റ്റർ എണ്ണിച്ച് നോക്കിയപ്പോ ഞാൻ മരിച്ചു പോയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാസ്റ്റർ ഇങ്ങനെ കിടക്കുകയാണ്. നോക്കുമ്പോ കുറെ ദൂരത്തില് ഈ ട്രക്കൊക്കെ പോകുന്ന വഴിയാ പാസ്റ്റർ, ട്രക്കും ലോറിയും ഒക്കെ പോകുന്ന വഴികളാ അതൊക്കെ. പക്ഷെ ദൈവം ആ സമയത്തൊന്നും ഒന്നിനെയും വരുത്തിയില്ല. എന്നെ ആ ട്രക്കെ വന്ന ആൾക്കാർ എന്നെ പിടിച്ചെഴുപ്പിച്ച് എന്റെ മുഖത്തൊക്കെ വെള്ളമൊക്കെ തളിച്ച് ഞാൻ ഇരിക്കുന്നു. അപ്പൊ പാസ്റ്റർ ഓർത്തു ഞാൻ മരിച്ചു പോയെന്ന് പറയുന്നത്. കാരണം ഞാൻ ബൈക്കിൽ നിന്ന് ഒരടി ദൂരത്തിൽ മുന്നേ പോയി വീണു, പുറകിൽ നിന്ന് ഞാൻ അങ്ങ് മുന്നേ പോയി വീണു. പക്ഷെ ദൈവം ഒന്നും വരുത്താതെ വീണ് പാസ്റ്റർക്ക് കയ്യിലും ശരീരത്തൊക്കെ തൊലിയൊക്കെ പോയി, ഇതൊക്കെ വന്നു. പക്ഷെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് പോലും അറിയത്തില്ല എവിടുന്ന് വന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് പോലും അറിയത്തില്ല പാസ്റ്ററെ. അവര് വന്ന് ഞങ്ങളെ അത്രയും ഞങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ച് നിങ്ങളെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു വേണ്ട, ഞങ്ങൾ തന്നെ ഓടിച്ചുകൊണ്ട് പോയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ പാസ്റ്റർ അവിടുന്ന് ദൈവം വിടുവിച്ചു ഞങ്ങളെ, മരണത്തിന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളെ ഇതുപോലെ വേറൊരു ദിവസം ഞങ്ങളെ ഒരു ദൂരത്തില, ഇവിടെ എല്ലാം വിശ്വാസത്തിലൊക്കെ ദൂരത്തില, ഞങ്ങൾ അവിടെ വിസിറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതുപോലെ ബൈക്കിന് വരുവാണ്. ബൈക്കിന് വന്നപ്പോ ഇതുപോലെ ഒരു ഹമ്പുണ്ട്. ആ ഹമ്പയിലോട്ട് കയറി കഴിഞ്ഞപ്പോ വണ്ടി പുറകിലിരുന്ന ഞാന് തെറ്റി, ഞാൻ സാരി തെറ്റുന്ന കാര്യം ഞാൻ ഇങ്ങനെ വീണ് കഴിഞ്ഞിട്ട് ഞാൻ കൈ വിട്ടില്ല. ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് കിടക്കുകയാണ്. ഞാൻ വണ്ടിയിൽ ഇങ്ങനെ പിടിച്ചോണ്ട് കിടക്കുന്ന ഈ പാസ്റ്റർ വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങ് പോകും. ഞാൻ വിളിക്കുന്നുണ്ട് വണ്ടി നിർത്തുവോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ പാസ്റ്റർ കേൾക്കുന്നുമില്ല. വണ്ടി അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അവസാനം അത് മെയിൻ റോഡാ പാസ്റ്റർ. വണ്ടിയും കാറും
ലോറി എല്ലാം വന്നിങ്ങനെ അങ്ങ് നിൽക്കുവാങ്ങ്. ഞാൻ നോക്കുമ്പോണ്ട് കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ലാൽ സമുദ്രത്തെ അവിടെ വെള്ളത്തെ നിർത്തിയ ദൈവം ഞാൻ നോക്കുമ്പോഴുണ്ട് പാസ്റ്ററെ, ഇങ്ങനെ വന്ന് നിൽക്കുക, ലോറിയും കാറും ബൈക്കും എല്ലാം ഇങ്ങനെ വന്ന് നിൽക്കും, ഒരെണ്ണം പോലും മുന്നോട്ട് വരുന്നില്ല. ഞാൻ ഇവിടെ കിടന്ന് അല്ലറി പിടിക്കും, ഞാനെ വലിഞ്ഞോണ്ട് പോവുക, എന്നെ അങ്ങ് വലിച്ചോണ്ട് പോവുക പാസ്റ്ററെ. പക്ഷെങ്കിൽ കേൾക്കുന്നുമില്ല, ശബ്ദം എന്റെ കേൾക്കുന്നുമില്ല, ഒന്നുമില്ല. എന്നാലേ ദൈവം അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോഴാണ് ഈ വണ്ടിയും കാറും എല്ലാം ഇവിടെ വന്നിക്കുക. എനിക്ക് ദൈവം തമ്പുരാൻ ഒന്നും വരുത്താതെ ദൈവം ഞങ്ങളെ ആപത്തിൽ നിന്നെല്ലാം ദൈവം പിടിവിച്ചു, ഞങ്ങളെ സൂക്ഷിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് പിന്നെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വന്നു. ആ സമയത്തൊക്കെയും ദൈവത്തിന്റെ വചനം എന്നോട് വന്ന് ആരോട് സംസാരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്കത് ബലവും ശക്തിയും ഒക്കെ തന്നെ നമ്മളെ നടത്തി. അതുപോലെ ഇവിടെ വന്നപ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇവിടെയുള്ള ആൾക്കാര് നമുക്കെതിരായിട്ടൊക്കെ വന്നു. ആ സമയത്ത് ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ വന്നു, യഹോവ ഒരു മഹാവീരനെ പോലെ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളെ വെറുതെ ദ്രോഹിക്കുന്നവർക്ക് ലജ്ജിച്ചു പോകുന്നത് ദൈവം. അപ്പോൾ ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വചനം ഞാൻ എടുത്തപ്പോൾ എന്റെ ഹൃദയത്തിൽ ആ ഒരു വലിയൊരു ആശ്വാസം വരുന്നത്. അപ്പോൾ യഹോവ ഒരു മഹാവീരനെ പോലെ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് ലജ്ജിച്ചു പോകുന്നു. ആ വചനം എനിക്ക് കിട്ടിയത്. എന്റെ ഹൃദയത്തിലൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നി, എനിക്ക് സമാധാനം തോന്നി. ഞങ്ങളെ ആ പ്രശ്നത്തിന്റെ മുന്നിലൊക്കെ ദൈവം പോകാൻ തക്കോണം ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞ ശേഷം 2023 പാസ്റ്റർക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരു 3 മണി സമയമായപ്പോൾ പാസ്റ്റർക്ക് ഒരു നെഞ്ചിനകത്ത് വേദന വന്നു. വേദന വന്നു കഴിഞ്ഞപ്പോൾ ചൂടുവെള്ളം തരാൻ പറഞ്ഞു. ഞാൻ ചൂടുവെള്ളം എടുക്കാൻ അടുക്കളയിലോട്ട് പോയി വന്നപ്പോൾ പാസ്റ്റർ ഉണ്ട് ബോധം കെട്ട് ബെഡേൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചു നോക്കി, ഞങ്ങൾ ഓർത്തു ഷുഗർ കൂടിയതായിരിക്കും എന്നുകൊണ്ട് ഞങ്ങൾ ഓർത്തു. അന്നേരം പഞ്ചസാര കൊണ്ടുവന്ന് വായിലിട്ടു. പഞ്ചസാര വായിലിട്ട് കഴിഞ്ഞപ്പോഴത്തേനുണ്ട് ഈ പഞ്ചസാര എല്ലാം വായിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ്. ഇല്ല, അപ്പോഴത്തേന് ഞാൻ മോനെ വിളിച്ചു. മോനെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ ഞാൻ മോനെ വിളിച്ചു. മോനെ വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ബലമില്ല, അങ്ങ് ഛർദ്ദിക്കാൻ വരികയാണ്, ശരീരമെല്ലാം തളരുന്നു, ആകെപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാല്. അപ്പോഴത്തേനും അങ്ങ് ശരീരം തളർന്ന് 2 പേര് വേണം പിടിച്ചുകൊണ്ട് ഇടിപ്പിക്കാൻ തന്നെ, ഛർദിൽ അങ്ങ് തുടങ്ങി. അപ്പോഴത്തേനും ഇവിടെ ഒരു വിശ്വാസി ബ്രദർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബ്രദറിനെയൊക്കെ വിളിച്ചു. ഒരു 2 മണി രാത്രിയായി. ബ്രദറിനെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തൊരു സ്റ്റേറ്റ് മെഡിക്കലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് ഡോക്ടറെ എല്ലാം കാണിച്ച് ECG ഒക്കെ എടുത്തു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞ ഹാർട്ട് അറ്റാക്കോ ഒന്നുമല്ല, ചെസ്റ്റിലെ കഫം കിട്ടിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് കുറെ ഒരു 10-15 മരുന്നാ ഡോക്ടർ എഴുതി. ഞങ്ങള് അവിടുന്ന് ഒരു 3-4 മരുന്ന് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ രാത്രിയിൽ ഇങ്ങ് വന്നു. ഇവിടെ വന്നിട്ട് പാസ്റ്റർക്കൊക്കെ അത് കൊടുത്തു. എന്നിട്ടും പാസ്റ്റർക്ക് ആ നെഞ്ചിനകത്ത് വേദന അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ രാത്രിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ വേറെ മെഡിക്കലൊന്നുമില്ല, വലിയ മെഡിക്കലും കാര്യങ്ങളൊന്നുമില്ല. പോകണമെങ്കിൽ ഇവിടുന്ന് കട്ടക്ക് പോകണം, അല്ലെങ്കിൽ പൂനേശ്വരത്ത് 120 കിലോമീറ്റർ ദൂരമാണ് പൂനേശ്വരത്ത് പോകണം. അല്ല ഇവിടെ പാരാദ്വീപിലെ ഒരു മെഡിക്കലോ നല്ലതോ ഒന്നുമില്ല, ചെറിയ ചെറിയ മെഡിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഓർത്തു. അപ്പൊ വാസു പറഞ്ഞു ഈ വേദന കൂടുതലാകുന്നു, അപ്പൊ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വണ്ടി ഞങ്ങൾ എടുത്ത് വാടകയ്ക്ക് എടുത്തോണ്ട് ഞങ്ങൾ പോയി. ടാക്സി വിളിച്ചോണ്ട് ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരാം, നോക്കാം എന്തോ പ്രോബ്ലം ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങള് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയതാണ്. ഏതാനും ചില സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ എടുത്തോണ്ട് പോയി. ടാക്സിക്കാരനോട് പറഞ്ഞു ഞാൻ അവിടെ നിൽക്കണം. ഞങ്ങൾ ചെന്നു. ഇവിടുന്ന് 2-2.5 മണിക്കൂർ യാത്ര ചെയ്താണ് ഭുവനേശ്വരത്ത് എത്തി. അവിടെ ചെന്നിട്ട് കിംസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്ന് എമർജൻസിയിൽ ചെന്ന് ഗേറ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഇവിടുത്തെ എല്ലാം ടെസ്റ്റ് ചെയ്തെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ ഇതെല്ലാം നോക്കിയിട്ട് അവിടെയും ടെസ്റ്റ് ചെയ്തു. നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ഹെവി ഹാർട്ട് അറ്റാക്ക് വന്നതാന്ന് പറഞ്ഞു. ഈ വ്യക്തി ഇത്രയും സമയം എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് ചോദിച്ചു. രാവിലെ 3 മണിക്ക് വന്നതാന്ന് പറഞ്ഞു. ഈ ഇത്രയും സമയം വരെ രാത്രി 10 മണി വരെ ഈ വ്യക്തി എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് ഞങ്ങളോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ പക്ഷേ പൈസ ഇല്ല, ഏതാണ്ട് കുറച്ച് പൈസ മാത്രമേ, ഒരു 10,000-5,000 രൂപയുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ട് കടന്നു വരാമെന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്. അപ്പൊ ഞങ്ങളുടെ ഹൃദയത്തിൽ കൂടെ ഇത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അവിടെ നിപ്പിൽ അങ്ങ് സത്യം പറഞ്ഞാൽ അങ്ങ് വല്ലാതെ വന്നു ഞങ്ങൾക്കൊക്കെ. അപ്പൊ ടാക്സിക്കാരനോട് പറഞ്ഞു പോകില്ലെന്ന് പറഞ്ഞു, ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞ് വന്നതാ. ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ കയ്യിൽ അങ്ങ് പൈസ ഇല്ല, ഞങ്ങൾ നാട്ടിൽ പോകണോ ഇവിടെ നിൽക്കണോ, ഞങ്ങൾക്ക് ഒന്നും അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയിൽ കൂടി കുറെ സമയം ഞങ്ങൾ കിടന്ന് കറങ്ങി. എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല, നാട്ടിൽ പോകണോ, ഹാർട്ടിന്റെ ഓപ്പറേഷൻ ചെയ്യണോ, ഇവിടെ വേണോ ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്റെ ഹൃദയത്തിൽ കൂടെ ഭാഷ ഇങ്ങനെ ഒരു വചനം വന്നു. ഏതായാലും ഞങ്ങൾ വടക്കേന്ത്യയിൽ ഇറങ്ങി, വടക്കേന്ത്യയിൽ തന്നെ നിൽക്കുവാന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഒരു ബലം തന്നു. ഞങ്ങൾ അവിടെ തന്നെ ആശുപത്രിയിൽ തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞു 40,000 രൂപ ഇപ്പൊ കെട്ടിവെക്കണം എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ 40,000 രൂപ അഡ്മിറ്റ് ചെയ്തിട്ട് ICUവിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ചെസ്റ്റിന് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഭാഷ നിന്ന നിപ്പില്
എവിടുന്നൊക്കെയാണ് ആരൊക്കെ സഹായിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ കയ്യിലെ വെറും 5000 രൂപ, അതും ടാക്സിക്കാരന് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ബാക്കി വളരെ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ. ഈ നിന്ന നിപ്പില് ദൈവം പലരിൽ കൂടി പ്രവർത്തിച്ചു. പാസ്റ്ററെ 40,000 രൂപ കൊണ്ടുവന്ന് കെട്ടിവെച്ചിട്ട് പാസ്റ്ററെ അവിടെ അഡ്മിറ്റ് ആക്കി. 15 ദിവസം ആശുപത്രി കിടന്നു. കാരണം പാസ്റ്റർക്ക് ഷുഗർ എല്ലാം കൂടെ കൂടി പാടെ പാസ്റ്ററെ ഈ കഫമാ, ഭയങ്കര കഫം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഫമാ. അപ്പൊ ഡോക്ടർ പറഞ്ഞ കഫം ഒന്നും പോകാതെ ഈ ഷുഗർ നോർമൽ ആകാതെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവര് വന്ന് ഡോക്ടർ വന്ന് ECG ഒക്കെ എടുത്തു. ECG ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോ പറഞ്ഞു 5 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പാസ്റ്റർക്ക് 5 ബ്ലോക്ക് ഉണ്ട്, ഇത് ഹാർട്ടിൽ ഇത് ഓപ്പറേഷൻ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ, മറ്റൊന്നും വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആദ്യമൊക്കെ 5 ബ്ലോക്ക് എന്നൊക്കെ കേട്ടപ്പോ ഞങ്ങൾ ആകെപ്പാടെ അങ്ങ് സ്തംഭിച്ച് നിന്നുപോയി എന്ന് പറഞ്ഞ് നിന്നുപോയി. ലക്ഷങ്ങൾ വേണം അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്നെല്ലാം ഇറങ്ങി വരണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഞാൻ അന്നേരം ആദ്യം ഓർത്തു, ദൈവമേ എങ്ങും ചെന്ന കർത്താവെ ആരുടെയും കൈ ചെന്ന് കൈ നീട്ടുവാന്, സഹോദരങ്ങളുടെ അടുത്തോ ഭവനത്തോ എങ്ങോ ആരുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടുവാൻ ഇടയാകല്ലേ. ഞാൻ ദൈവത്തോട് അവിടെ നിന്നുകൊണ്ട് ആശുപത്രി നിന്നുകൊണ്ട് ഞാൻ ഹൃദയംഗമായിട്ട് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് 15 ദിവസം പാസ്റ്റർ ICU കടന്നു. 15ാമത്തെ ദിവസമാണ് ഒരു ഭയങ്കര വെന്റിലേറ്റർ പാസ്റ്റർ ആക്കി. അതുപോലെ പാസ്റ്റർക്ക് അങ്ങ് കൂടി കഴിഞ്ഞപ്പോൾ അവർ വെന്റിലേറ്റർ ആക്കി കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര കൂടുതലെന്ന് പറഞ്ഞാൽ ആരെയും കയറ്റി വിടത്തില്ല. അപ്പൊ എന്തോ അതിനകത്ത് സംഭവിക്കുന്നതെന്നും നമുക്കും അറിയാൻ പറ്റത്തില്ല. അവിടെ സെക്യൂരിറ്റിയോട് പറയും ഒന്ന് പോയി നോക്കണം, അല്ലെങ്കിൽ ഞങ്ങളെ കയറ്റി വിടാം. അങ്ങനെ കയറ്റി വിടാൻ പറ്റത്തില്ല. സെക്യൂരിറ്റി പറയും അങ്ങനെ കയറ്റി വിടാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ 2 നേഴ്സുമാരെ അറിയാതെ വന്ന് കയറിപ്പോയി. ഞങ്ങളെ പരിചയമുള്ളവരാണ്. അവര് കയറി അങ്ങ് പോയി കണ്ട് പാസ്റ്ററെ പോയി കണ്ടച്ച് വന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല, രക്ഷപ്പെടുവോന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു വ്യക്തിയോട് ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ചെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളെ കൂടെ കാണിക്കാൻ ചെന്ന് പറയാം. അപ്പൊ മോന് ഈ ഇവിടെ ഞങ്ങളുടെ കയ്യിലെ സാധനമൊന്നുമില്ല, പിന്നെ ഈ ബെഡ്ഷീറ്റും അതും പായും ഒക്കെ എടുക്കാനായിട്ട് മോൻ ഈ പാരാദ്വീപിലോട്ട് വന്നു. അന്നേരം ഈ പാസ്റ്റർക്ക് ഇത്രയും അങ്ങ് കൂടിയത്. അപ്പൊ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കരം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുന്ന ഒരു സമയമല്ല, രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുപോലെ കിടന്ന് വിറയ്ക്കുകയാണോ എന്തുവാണോ ഞങ്ങൾക്കും അറിയത്തില്ല, അത് പറയാൻ അറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പം ഞാൻ മോളോട് പിന്നെ മോടെ ഭർത്താവിനോട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു, മോളെ എങ്ങനെയെങ്കിലും വരണം, ഇതുപോലെ അച്ഛന് ഭയങ്കര കൂടുതലായിട്ട് ഇരിക്കുവാന്ന് പറഞ്ഞു. പെട്ടെന്ന് പിന്നെ വരണമെന്ന് പറഞ്ഞു. അതുപോലെ കൂടുതലാന്ന് പറഞ്ഞു. പിന്നെ സാമിനെ മോനെ പുറകെ വിളിക്കണോ ഇടയ്ക്ക് വരണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും സാം അങ്ങി പാരാതി വരെ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് സാം വന്നു. ഞങ്ങൾ അവിടെ നിന്നു. അപ്പൊ ഒരു രാത്രി ആയപ്പോൾ അവിടെ ഒരു ലേഡി ഡോക്ടർ വന്നു. ലേഡി ഡോക്ടർ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് മുറി കയറ്റിയിട്ട് പറഞ്ഞു, 12 മണിക്കൂർ കഴിയാതെ ഒരു കാര്യവും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാരണം അതുപോലെ സീരിയസ് ആയിട്ട് കിടക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ ഡോക്ടർ എന്നോട് പറയും, എന്റെ ഹൃദയത്തിൽ ഒരു വാക്യമാണ്, മരിച്ച ലാസറെ ഉയർപ്പിച്ച ദൈവമാണ് ഞങ്ങളുടെ ദൈവം എന്ന് എന്റെ ഹൃദയത്തിൽ ആരോണ്ട് ഓടി വന്ന് പറയുന്നത് പോലെ എനിക്കത് തോന്നുക. അപ്പോൾ എനിക്ക് ഇത് വളരെ ഒരു ആശ്വാസം തന്നു. അപ്പൊ എന്റെ കൂടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ഇത് ഡോക്ടർ ഇത് പറഞ്ഞപ്പോഴേ, ഷുഗറും കൂടുതലാണ്, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഇത് 12 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലേഡി ഡോക്ടർ പറഞ്ഞു. ഞാൻ ഇപ്പൊ ഈ വാക്യം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഓടി വന്നു. അപ്പൊ ഞങ്ങൾ അങ്ങ് പോയി പ്രാർത്ഥിക്കാനും പറ്റത്തില്ല, ആശുപത്രി പക്ഷെ എല്ലാവരും നിരന്നങ്ങിരിക്കുക. നമ്മള് ക്രിസ്ത്യാനിയാന്ന് കണ്ടു കഴിയുമ്പോഴേ പിന്നെ അവർക്കൊക്കെ ഒരു വല്ലാത്ത നമ്മുടെ കാതിലും കഴുത്തലും ഒന്നും ഇല്ലെന്നൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും ഇവരൊരു വല്ലാത്ത നോട. എന്നാലും എല്ലാരും ഇങ്ങനെ അങ്ങ് കിടക്കുക. ഓരോ പേഷ്യന്റിനെയും ബന്ധുക്കളെല്ലാം ഇങ്ങനെ അങ്ങ് കിടക്കുക. ഞങ്ങൾക്ക് 2 കസേരയാണ്. ഞങ്ങൾ ആ കസേരയിൽ അങ്ങ് ഇരിക്കുവാണ്. ഞങ്ങൾക്ക് കിടക്കാനോ ഞങ്ങളുടെ കയ്യിൽ ഒരു പായ ഒന്നുമില്ല, ഒരു ബെഡ്ഷീറ്റ് മാത്രമുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ അടുത്ത് കിടന്ന ഒരു വ്യക്തിയെ ഒരു ഫേസ് കോഡ് കൊണ്ടുവന്ന് എനിക്കത് കൊണ്ടു തന്നു. പറഞ്ഞു, ആന്റി ഇതേ വേണം കിടക്കാനായിട്ട്, വേറെ ചുമ്മാ നിലത്ത് കിടന്നേക്കല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അതേലും ഇങ്ങനെ കിടന്നു. രാത്രി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബ്രദറും എന്നോട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നു, ശബ്ദം ഉണ്ടാക്കാതെ ഞങ്ങൾ മനസ്സിൽ കടിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞു, രാവിലെയായി. അപ്പൊ അച്ഛനെ നോക്കുന്ന ഡോക്ടർ വന്നു നോക്കിയിട്ട് പറഞ്ഞു. എന്നിട്ട് എല്ലാരും ഡോക്ടർ വന്ന് നോക്കിയിട്ട് അവര് ബന്ധുക്കളെല്ലാം വിളിക്കും. ഞങ്ങളെ വിളിച്ചിട്ട് ഡോക്ടർ പറയുവാണ്, ഓപ്പറേഷൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരുപാട് കുറവുണ്ട് കേട്ടോ, അത് പറയുക. അപ്പൊ ഞങ്ങൾ രാത്രിയിലെ പറഞ്ഞത് ഒരു കണക്കോർത്ത് രക്ഷപ്പെടുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. എന്നാൽ ദൈവം അതിന്റെ മധ്യത്തിൽ പ്രവർത്തിച്ച് അത് എന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാക്യം വന്നത്, മരിച്ച ലാസറെ ഉയർപ്പിച്ച ദൈവമാണ് നമ്മുടെ ദൈവം, നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യം പോലും ഇല്ല. അപ്പൊ രാവിലെ വന്നു ഡോക്ടർ പറയുകയാണ്, 12 മണിക്കൂർ പോലും ആയില്ല, ഡോക്ടർ പറയുകയാണ് ഓപ്പറേഷൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഡോക്ടർ ചിരിച്ചോണ്ട് പറയുവാണ്, ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് ആ മുഖം. ഡോക്ടർ ചിരിച്ചോണ്ട് പറയുവാണ്, കുഴപ്പമില്ല,
നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഷുഗറൊക്കെ കുറവായി, ഒത്തിരി നോർമലായെന്ന് പറഞ്ഞു. നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. കഫമൊക്കെ ഒത്തിരി കുറവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. പക്ഷേ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ എന്നൊക്കെ പറയാന് 2000 രൂപയെ തൊട്ട് തുടങ്ങിയ പൈസ പാസ്റ്റേ ഞങ്ങൾക്കറിയത്തില്ല ആരൊക്കെ തന്നെന്ന് ഞങ്ങൾക്കറിയത്തില്ല പാസ്റ്റേ. 2000, 500, 1000 ഇങ്ങനെ ദൈവമക്കൾ കേട്ടോ അറിഞ്ഞവരും കണ്ടറിഞ്ഞവരും ഒക്കെ ഞങ്ങൾ ആരോടും പറയാനും പോയില്ല. ഞങ്ങൾ ആരോടും ഒന്നും പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ആരുടെയും മുമ്പിൽ ചെന്ന് കൈ നീട്ടുവാൻ ഒരിക്കലും ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം പ്രാർത്ഥന കേട്ട്, സത്യം പറഞ്ഞാല് കണ്ടും കേട്ടും അറിഞ്ഞ് അനേക ദൈവമക്കളെ സഹായിച്ച് അവിടെ എത്ര രൂപ കൊടുക്കണമായിരുന്നോ അത്രയും രൂപ, 3 ലക്ഷം രൂപ ഓപ്പറേഷൻ തന്നെ കൊടുക്കണമായിരുന്നു എനിക്ക് തോന്നി. പിന്നെ ICU കിടന്നതിന്റെ എല്ലാം വേറെ ചാർജാണ്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചെന്ന് പറഞ്ഞാല്, സത്യം പറഞ്ഞാല് ദൈവം നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കില്ലാതെ ദൈവം അവിടെ നടത്തി എന്നുള്ളതാണ്. ദൈവം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവം അവിടെ നടത്തി. ഞങ്ങൾക്ക് ആ ബില്ലെല്ലാം കൊടുക്കുവാനും അവിടുന്ന് പാസ്റ്റർ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് അത് പിന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ പാരാദീപ് വരണമെങ്കിൽ പക്ഷേ ഒരു 120 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ ആഴ്ച കാണണം. അപ്പൊ ഞങ്ങൾക്ക് അവിടെ വീടും കാര്യങ്ങളും സൗകര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ഉള്ള ദൈവദാസന്മാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീട് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ഒരു വീട് കിട്ടി, ഒരു മുറി കിട്ടിക്കഴിഞ്ഞാല് പാസ്റ്റർ അവിടെ ഞങ്ങൾക്ക് ആക്കാമല്ലോ. ആക്കിയിട്ട് പോയി ഡോക്ടർ വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി എടുക്കുകയൊക്കെ ചെയ്യും. ഈ പാരാദീപിൽ നിന്ന് പോകണമെങ്കിൽ ഹമ്പാണെങ്കിൽ ഒരുപാട് ഹമ്പുണ്ട്, ഒത്തിരി ദൂരമാണ്. ഇവിടുന്ന് പോയിച്ച് വരുമ്പോഴത്തേക്ക് ഹാർട്ട് പിന്നെയും കടന്ന് ഇടിച്ചിടിച്ച് പിന്നെ ഒരു പരുവാണെന്ന് പറഞ്ഞു. അപ്പം പാസ്റ്റർ ഡിസ്ചാർജ് ആകുന്നത് വരെ ഞങ്ങൾക്കൊരു വീട് കിട്ടുന്നില്ല. ഒരു വീട് കിട്ടി 2 നിലയുടെ മണ്ടയ്ക്ക് ഒരു സാധനം പോലും ഇല്ല. കാരണം ഞങ്ങളുടെ കയ്യിലും ഒരു സാധനം പോലും ഇല്ല. ഒരു ബെഡ്ഷീറ്റും ഒക്കെ അല്ലാതെ ഒന്നുമില്ല, ഒരു സാധനവും ഇല്ല. പിന്നെ ആ വീടും വേണ്ടെന്ന് വെച്ചു. അതും 15000 രൂപയെ കുറഞ്ഞ് ഒരു മുറി പോലും കിട്ടത്തില്ല അവിടുന്ന്. അങ്ങനെ ഇരുന്നു. അപ്പൊ പാസ്റ്റർ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ കടന്നു കഴിഞ്ഞപ്പോൾ സ്വപ്നം കണ്ടു. വിരിച്ചൊരുക്കിയ ഒരു മാളിക നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പാസ് ഒരു ദർശനം കണ്ടു. അപ്പൊ വിരിച്ചൊരുക്കിയത് എന്തുവാണെന്ന് ഞങ്ങൾക്ക് ഒരിതില്ല. ഒറീസയിലൊക്കെ ഇങ്ങനെ നല്ല വീട് കിട്ടുവാന്നുള്ളത് അത് നമുക്ക് ഒരു നമ്മൾ പലരോടൊക്കെ നമ്മൾ ആലോചിച്ച് പലരോട് ഫോൺ ചെയ്തു, പല രീതിയിലൊക്കെ ചോദിച്ചു. എങ്ങും ആർക്കും ഒന്നുമില്ല. പിന്നെ പാസ്റ്റർ 2ാമത്തെ നിലയിലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ പാസ്റ്റർ ഈ 2 പേര് പിടിച്ചെങ്കിലേ പാസ്റ്ററെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ ബലവും ഇല്ല, ആരോഗ്യമില്ല, ഒന്നുമില്ലാതെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. അങ്ങ് ഓപ്പറേഷനേക്കാളും കഷ്ടമാണ് ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ കൂടുതലായിരുന്നു. അങ്ങനെ ഇരുന്ന കൂട്ടത്തില് പാസ്റ്റർ അവസാനം ഇന്ന് ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ ഒരു ബ്രദറ് ഒരു വ്യക്തിയോട് ചോദിച്ചു ഒരു വീടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു വീടുണ്ടെന്ന്. 15000 രൂപയാണെന്ന്. 15000 രൂപയാണെങ്കിലും വേണ്ടിയില്ല. വീട് പാസ്റ്ററെ അത് കണ്ടു നോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പാസ്റ്ററെ നല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീട്. കാരണം പാസ്റ്റർക്ക് അവിടെ ഒരു മുറിയെ വേണം. അപ്പൊ ഓപ്പറേഷൻ ചെയ്തപ്പോൾ വേറെ ആരെയും കയറ്റത്തില്ല. പാസ്റ്റർക്ക് ഒരു മുറിയെ, വേറൊരു മുറിയെ, പിന്നെ കസാറുകളൊക്കെ ഇടാൻ വേറൊരു മുറിയെ, അടുക്കള വേറൊരു മുറിയെ, കട്ടില്, AC, വാഷിംഗ് മെഷീൻ, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ 2 മുറികൾ പാസ്റ്റർ അവിടെ ദൈവം ഒരുക്കി തന്നെ. ഞങ്ങൾക്ക് ഇന്നും അത് എങ്ങനെ കിട്ടിയെന്ന് ഞങ്ങൾക്കും ഒന്നും അറിയത്തില്ല. അതും താഴത്തെ വീട് കിട്ടി. താഴത്തെ വീടും കിട്ടി, എല്ലാ സൗകര്യങ്ങളോടും കൂടി അവര് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അവിടെ 3 മാസം പാസ്റ്റർ ഞങ്ങൾ താമസിച്ച് പാസ്റ്ററെ കൊണ്ട് പോയി ഡോക്ടർ പറയുന്ന ഡേറ്റില് പോയി കാണിക്കുകയും ഞങ്ങള് അതിന് വേണ്ടുന്ന മരുന്നുകളും പിന്നെ ഞങ്ങൾ ഭയങ്കര കൂടുതലായിരുന്നു. ECG ഒക്കെ എടുക്കുകയും എല്ലാം ടെസ്റ്റ് ചെയ്യണം. ഓരോ പ്രാവശ്യം പോകുമ്പോഴും എല്ലാം ടെസ്റ്റ് ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ. ടെസ്റ്റ് ചെയ്ത് പോവുകയും അവിടെ ചെന്ന് കാണിക്കുകയൊക്കെ ചെയ്തു. ദൈവമക്കളുടെ പ്രാർത്ഥന, ഇതിനകത്തൊക്കെ ഒരുപാട് ദൈവമക്കളുടെ പ്രാർത്ഥനയുണ്ട് പാസ്റ്റർ. ദൈവം ഞങ്ങളെ സഹായിച്ചത് ഓർത്തുന്ന സഭക്കാരാണെങ്കിലും അതുപോലെ പല ഹിന്ദുക്കൾ വരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്നുള്ളത് ഞങ്ങൾക്കത് ഭയങ്കര ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു എവിടെ പോകുന്നൊക്കെ ഞങ്ങൾ ഓർത്തു. പക്ഷെങ്കിൽ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി കരുതിയതൊന്ന് ഓർത്തു കഴിഞ്ഞാല് അത് വലിയ അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചു. ഒരു രാത്രിയില് ഞാൻ വളരെ ദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പാസ്റ്റർക്ക് കൂടിയിരിക്കുകയാണ്. ഒരു ഒന്നുമില്ല, മുന്നോട്ട് പോകാൻ തക്കോണം ഒന്നുമില്ല, ഒരു ഹോപ്പുമില്ല, ഒന്നുമില്ലാതെ ഞങ്ങൾ ഇരിക്കുന്ന ഒരു സമയമാണ്. ഒരു വ്യക്തി നാട്ടിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറയുക, പാസ്റ്റർ സിസ്റ്റർ ഞാൻ പാസ്റ്റർ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു പാസ്റ്റർ ഇങ്ങനെ ICUലൊക്കെ ഇങ്ങനെ കിടക്കുവാ, എനിക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു, ദേവദാസൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ആ പാസ്റ്റർ
5 മിനിറ്റ് നേരം ഞങ്ങൾക്ക് വേണ്ടി, ഈ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പാസ്റ്റർ, ഞങ്ങൾക്കറിയത്തില്ല ആ ദൈവദാസൻ ഞങ്ങളെ വിളിക്കുമെന്നോ, ഞങ്ങൾക്ക് ഒരു വിധത്തിലും അറിയില്ല. രാത്രി 10 മണി നേരത്തെ ഞങ്ങൾ വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരു സമയത്താണ്. അത് കഴിഞ്ഞ് ഒരു സിസ്റ്റർ ഞങ്ങളെ വിളിച്ചു. സിസ്റ്റർ, ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ പാസ്റ്റർക്ക് വേണ്ടിയിട്ട്, പാസ്റ്റർ വെന്റിലേറ്ററല്ലേ, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. അതുപോലെ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ഈ ഒരു രാത്രി 10-11 മണി ആയപ്പോഴത്തേന് പറയുക, എനിക്ക് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറയാം, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ദൈവം ഇങ്ങനെ അതുപോലെ ഒരുപാട് പേര് പാസ്റ്റർ പ്രാർത്ഥിച്ചു. ദൈവമക്കളൊക്കെയും പ്രാർത്ഥിച്ച് അറിഞ്ഞോര് കേട്ടോര് പ്രാർത്ഥിക്കുകയും ഇടിക്കുകയെല്ലാം ചെയ്ത് ദൈവം അത്ഭുതകരമായി മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ഞങ്ങൾ ഓർത്തില്ല ഇനി ചെന്ന് വചനം പറയുമെന്നോ എങ്ങോട്ടും പോകാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ കണ്ടില്ല. കാരണം ആ സ്ഥിതിയായിരുന്നു പാസ്റ്ററുടെ. എന്നാൽ ദൈവം ഓരോ ദിവസം കഴിയുമ്പോഴും പാസ്റ്ററെ അത് ഇമ്പ്രൂവ്മെന്റ് ആയിക്കൊണ്ടേയിരുന്നു. പിന്നെ ശരീരത്തൊക്കെ 2 പേര് വേണം കുളിപ്പിക്കാനും തുണി മാറാനും. കാലയിലൊക്കെ മുറിവുണ്ടായിരുന്നു. കാലയിൽ നിന്നൊക്കെയാണ് ഈ ഞരമ്പൊക്കെ എടുക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ ആ കാലിന്റെ അതെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്യണം. അങ്ങനെ 2 പേര് വേണമെന്ന് പറഞ്ഞാൽ 2 പേര് വേണം. കാരണം പാസ്റ്റർ അത് ശുശ്രൂഷിക്കാനായിട്ട്. ദൈവം ഏതായാലും ഞങ്ങളെ വിചാരങ്ങളെല്ലാം മാറ്റിമറിച്ച് ദൈവം അത്ഭുതകരമായിട്ട് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വചനം പറയാനൊക്കെ ദൈവം ബലവും ശക്തിയും ഒക്കെ കൊടുത്തു. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് കർത്താവ് കണ്ടതുകൊണ്ട് ദൈവം ഇതുവരെ നിർത്തി ഞങ്ങളെ പരിപാലിച്ചു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും ജീവിതത്തിൽ കൂടിയൊക്കെ കർത്താവ് ഞങ്ങളെ വഴി നടത്തിയ വിധങ്ങളെ ഓർത്തു കഴിയുമ്പോൾ ആ പാട്ടുകാരനോട് ഞങ്ങൾക്ക് ചേർന്ന് പറയുവാന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് നന്ദിയാൽ നിറയുന്നു എന്റെ അന്തരംഗം. സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും വഴി നടത്തുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ പല കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ദുഃഖിച്ചിരിക്കും. പല കാര്യത്തിന് വേണ്ടി ഞങ്ങളുടെ പൈസ ഇല്ലാതെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഏതെങ്കിലും ഒരു വ്യക്തി എവിടെ നിന്നായിരിക്കും. ഇന്ന് ഒരു നേരം ഞങ്ങളുടെ വീട്ടിൽ ആഹാരമില്ലെങ്കിൽ ദൈവം 2 നേരത്തെ ആഹാരം ഒരുക്കി വെച്ചുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഏലിയാവിന്റെ ദൈവം സാറാഫാത്ത് ഒരുക്കി ഏലിയാവിനെ പോലെ ദൈവം ഞങ്ങളെ ഓരോ ദിവസവും പോറ്റി പുലർത്തുന്ന വിധങ്ങളെ ഓർത്തിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിലൊന്നും ഒരു വകയില്ല. പരാതി വരുമ്പോൾ ജമ്മുന്ന് വന്ന സാധനങ്ങളെല്ലാം അത് പൊട്ടിപ്പോയി, എല്ലാ സാധനവും പൊട്ടിപ്പോയി. ഞങ്ങളുടെ കയ്യിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പെട്ടികൾ ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളായിരുന്നു. വേറെ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് ദൈവം സഹായിച്ചു. പാസ്റ്റർ പറഞ്ഞതുപോലെ പിന്നെ ദൈവം ഒരു സൈക്കിൾ ഇല്ലാതെ നടന്ന് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ നടന്നുപോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. ഒരു ബൈക്കിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷെ ആ സമയത്തൊന്നും നമുക്കൊന്നും കിട്ടിയില്ല. നമുക്ക് ആരോടൊന്നും പറയാനില്ല. ടീമിനോട് നമുക്കൊന്നും, കാരണം ടീമെല്ലാം അന്ന് ഇതുപോലെ ആരംഭിച്ച് വരുന്നേ ഉള്ളൂ. നമുക്ക് ടീമിനോടൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. പിന്നെ ചോദിക്കാനുള്ള ഒരാൾ നമ്മുടെ ദൈവം മാത്രമായിരുന്നു. ദൈവത്തോട് മാത്രം ചോദിച്ചു. അങ്ങനെ ഒരു പഴയ സ്കൂട്ടർ തന്നു. പിന്നെ ദൈവം അതിനെ മാറ്റി ദൈവം വേറൊരു വണ്ടി വാങ്ങാനായിട്ട് ദൈവം സഹായിച്ചു. പിന്നെ ഞങ്ങൾക്കൊക്കെ വിസിറ്റിങ്ങിനൊക്കെ പറയാൻ തണുപ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ പ്രയാസമായിരുന്നു. അങ്ങനെ ഒരു കാർ വാങ്ങാനായിട്ട് ദൈവം സഹായിച്ചു. ദൈവം ഓരോ രീതിയിലൊക്കെ എങ്ങനെ നടത്തിയെന്ന് ഒരു സൈക്കിളിന് വേണ്ടി പ്രാർത്ഥിച്ച സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം തമ്പുരാനെ ആ അവസ്ഥയെന്നൊക്കെ ദൈവം ഞങ്ങളെ വിടുവിച്ചു. ദൈവം ഇത്രത്തോളം നടത്തി. ഓരോ ദിവസവും ദൈവം പരിപാലിച്ചു. ഒരു ചെറിയ സാധനത്തിന് പോലും ഞങ്ങൾ വിഷമിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് ചെറിയ സാധനം പോലും ദൈവം തന്നെ ഞങ്ങളെ നടത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട്, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കരിയാപ്പില ചെറിയൊരു സാധനമാണ്. ഞങ്ങളിവിടെ വന്ന സമയത്ത് അപ്പൊ ഞാൻ ഓർക്കും, മീനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, കർത്താവ് ഇച്ചിരി കരിയാപ്പിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കറിക്കകത്തൊക്കെ ഇടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാനത് ചിന്തിച്ചിട്ടൊക്കെ അങ്ങ് മാറിപ്പോയി. അന്ന് ഇവിടെ മാർക്കറ്റ് ഉണ്ടോ, കരിയാപ്പില ഉണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. അന്ന് ഇന്നത്തെ പോലെ കരിയാപ്പിലയും കാര്യങ്ങളും ഒന്നും കിട്ടുന്ന സമയങ്ങളൊന്നുമല്ല. ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പോയി. ഞങ്ങൾ ചുമ്മാ അത് കരിയാപ്പിലൊന്നും ഇടാതെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഒരു പിറ്റേ ദിവസം സന്ധ്യ ആയപ്പോൾ ഒരു അങ്കിളും ആന്റിയും കൂടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ കയ്യില് ഇത്ര ഒരു കവറിനകത്ത് ഒരു സാധനം കൊണ്ട് തന്നിച്ച് പറയുക, എന്റെ പേര് പറഞ്ഞു, ലില്ലി നിങ്ങൾ ചട്നിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പൊ ചട്നിയിൽ ഇട്ടുമെന്നും പറഞ്ഞുകൊണ്ട് കരിയാപ്പില കൊണ്ട് തന്നെ. ഞാൻ പറഞ്ഞു, ആന്റി ഇത് എവിടെ നിന്നായി കരിയാപ്പില? ഞാൻ പറഞ്ഞു, ഞാൻ ഇത് വാങ്ങിച്ചോണ്ട് വന്നാന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ആ ചെറിയ ഒരു സാധനമാണ് ഒരു കരിയാപ്പില. പക്ഷെ ആ കരിയാപ്പില വരെ ദൈവം തന്റെ മക്കളെ കൂടി ഒരുക്കി ഞങ്ങൾക്ക് ദൈവം തന്നു. ഞങ്ങൾ പറയുക, ലില്ലി നീ പിന്നെ ഈ ചട്നിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതിനകത്തൊക്കെ ഇട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് തരികയാണ് കരിയാപ്പില. അപ്പൊ ദൈവം എത്രയോ വിശ്വസ്തനാണ് ആണെന്നുള്ള ഒരു കാര്യം ഒന്നുകൂടെ ദൈവത്തോട് അടുക്കുവാനും ഞങ്ങളുടെ
വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കുവാനുമായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. കാരണം ഞങ്ങളെ പട്ടുപോകേണ്ട സ്ഥാനത്ത്, വീണു പോകേണ്ട സ്ഥാനത്ത് ദൈവം ഞങ്ങളെ കരം പിടിച്ചു, ദൈവം ഞങ്ങളെ നടത്തി. അനേകർക്ക് അനുഗ്രഹപ്രദമായി ഞങ്ങളുടെ പ്രാർത്ഥന ഇന്നും അത് മാത്രമേ ഉള്ളൂ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ച് അനേകർക്ക് ഞങ്ങൾ അനുഗ്രഹപ്രദമായി തീരണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇന്നും ആ പ്രാർത്ഥനയുടെ ഒരു ഫലം കൊണ്ട് ഞങ്ങൾ ഇവിടെ ജീവിച്ചു പോകുന്നു. ഈ പരാതി വന്നപ്പോൾ പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ഇത്രയും വർഷം ഈ 35-36 വർഷം ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. വടക്കേന്ത്യയുടെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 45 വർഷത്തിൽ കൂടുതലായി വടക്കേന്ത്യയുടെ പ്രദേശത്ത് ഈ കഷ്ടതയിലും ഈ പ്രയാസത്തിലും ഈ ദുഃഖത്തിലും കൂടിയൊക്കെ നടന്നു കഴിഞ്ഞു. പലപ്പോഴും പുറകോട്ടും ഇവിടെ പരാതി വന്നപ്പോൾ ഓർക്കും ഒരു വർഷം കഴിയുമ്പോഴോർക്കും അടുത്ത വർഷം നമുക്ക് നാട്ടിൽ പോകണമെന്ന് ഓർക്കും. അങ്ങനെ ഓരോ വർഷവും കഴിഞ്ഞ് ഇങ്ങനെ ദൈവം ഇത്രത്തോളം ദൈവം നടത്തി. എന്നാൽ ഈ വടക്കേന്ത്യയുടെ പ്രദേശത്ത് 40-45 വർഷക്കാലം നിൽപ്പാൻ ദൈവം സഹായിച്ചു. ഏറെ കഷ്ടതകൾ, പ്രയാസങ്ങള്, ദുഃഖങ്ങള്, നിരാശകള്, ആകുല ചിന്തകള് ജീവിതത്തിൽ കൂടി കടന്നുപോയി. മരണത്തിന്റെ താഴ്വരയിൽ കൂടി ഞങ്ങൾ കടന്നുപോയ സന്ദർഭങ്ങളാണ്. ആഹാരമില്ലാതെ വിഷമിച്ച സ്ഥാനം ഉണ്ടായിരുന്നു. ധരിക്കുവാൻ ആവശ്യമായി വസ്ത്രമില്ലാതെ ഇരുന്ന സമയങ്ങളുണ്ടായിരുന്നു. ദൈവം ആ സമയത്തൊക്കെ ദൈവം ഞങ്ങളെ നടത്തി. ദൈവം ഇന്ന് ഒന്നിനും മുട്ടില്ലാതെ, പാട്ടുകാരനോട് ചേർന്ന് ഒന്നിനും മുട്ടില്ലാതെ ദൈവം ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദൈവകൃപയാല് ഇന്ന് വയൽക്കാലം എനിക്ക് ഇതുപോലെ കർത്താവിന് ഞങ്ങൾക്ക് മുൻപോട്ടുള്ള ദിവസങ്ങളിലും കർത്താവിന്റെ വേല ചെയ്ത് കർത്താവിന് വേണ്ടി ജീവിപ്പാന് ദൈവം വഴിയെ ഞങ്ങൾക്കൊരു നന്മയുമില്ല. ആ 16-ാം സങ്കീർത്തനത്തില് ദാവീദ് പറയുന്ന പോലെ, ദൈവമേ, നീ വഴിയെ എനിക്കൊരു നന്മയുമില്ല. ഞാൻ രാവിലത്തെ പ്രാർത്ഥന ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവെ, നീ വഴിയെ എനിക്കൊരു നന്മയുമില്ല. ദൈവത്തെ കൂടാതെ ഞങ്ങൾക്കൊന്നുമില്ല. ദൈവം തന്ന നന്മയല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് എന്നും നന്ദി കരയറ്റുവാനും സ്തുതിക്കുവാനും തക്കോണം ദൈവം തമ്പുരാൻ ഇടയാക്കുന്നു. ഇന്ന് ഈ പകൽക്കാലവും എനിക്ക് ഇതുപോലെ ഒരു സ്റ്റേജിൽ നിൽപ്പാനും എനിക്ക് ഒരു സാക്ഷ്യം പറയുവാൻ തക്കോണം ദൈവം തമ്പുരാന് എനിക്ക് ഇടയാക്കിയതോർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പ്രത്യാല് ഞാൻ ദാനിയേൽ പാസ്റ്റർക്ക് എന്റെ ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ അരോമ ടീം എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചാനലായിട്ട് വീണ്ടും തീരട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന ഇതിനുണ്ട്. ദൈവം സഹായിക്കട്ടെ. പാസ്റ്ററെയും കുടുംബത്തെയും എല്ലാവരെയും അതുപോലെ പ്രേക്ഷകരെയും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുന്നുണ്ട് പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പാസ്റ്ററെ പ്രാർത്ഥിക്കണേ പാസ്റ്ററെ. ആമേൻ. താങ്ക് യു. വളരെ അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം കർത്താവിൻ്റെ ദാസി പ്രിയ ലില്ലി ജോസഫ് ആൻറ്റിയിലൂടെ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തിയ അനുഗ്രഹീതമായ വഴികൾ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തതായ അത്ഭുതമാർന്ന വഴികൾ, ശിഷ്യന്മാർ യേശുവിനോടൊപ്പം യാത്ര ചെയ്തപ്പോൾ കടലിലെ ഓളങ്ങളും തിരമാലകളും ഒക്കെ ആഞ്ഞടിച്ചു. കർത്താവ് പടകിലുണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒരു ദോഷവും ഉണ്ടായില്ല. അവർ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിശ്ചയമായിട്ടും പ്രിയ കർത്താവിൻ്റെ ദാസനെയും ദാസിയെയും കുടുംബത്തെയും പാരാദ്വീപിലെന്നല്ല ഏത് സ്ഥലത്തായിരുന്നാലും കർത്താവ് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ വിശ്വസ്തനാണ്. 35-45 വർഷം എന്നുള്ളത് ഒരു കാലയളവ് മാത്രമാണ്. നമ്മുടെ കണക്കിൽ പിന്നിട്ടതായ വർഷങ്ങളും നാളുകളുമാണ്. എന്നാൽ നമ്മുടെ പ്രാണനാഥനോട് ഒരുമിച്ചുള്ളതായ ഈ ജീവിതയാത്രയിൽ നമ്മുടെ നാളുകൾ അത് എത്രയോ എണ്ണപ്പെട്ടത് മാത്രമാണെന്ന് നാം ഓർക്കുക. നമ്മുടെ കർത്താവിനോടുകൂടെ നാം യുഗായുഗങ്ങൾ വസിക്കുന്നതായ പ്രത്യാശ നമ്മിൽ നിറയുമ്പോൾ, വർദ്ധിച്ചു വരുമ്പോൾ ഈ ഭൂമിയിലെ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കർത്താവിന് വേണ്ടി പട്ടിണിയും കഷ്ടതയും ഉപദ്രവവും ഒക്കെ നാം അനുഭവിക്കുമ്പോൾ ഇതെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തോട്, കർത്താവിനോട് ചേർന്ന് അധികമായി വർദ്ധിച്ചു വരുവാൻ അത് നമുക്ക് മുഖാന്തരമായി തരും. റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഈ ലോകത്തിനുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും തന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മെ പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല. കടൽ വീട്ടിൽ കയറി, വലിയ ശക്തമായ കാറ്റടിച്ചു, ചുറ്റും തിരമാലകൾ ആർത്തലച്ചു, വീടും
വീട്ടിലുള്ള സകല വസ്തുക്കളും മുങ്ങിപ്പോകും എന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ നടുവിലും നാഥൻ അത്ഭുതകരമായി അവിടെ നിന്ന് രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ ഇടയായിത്തീർന്നു. എത്രയോ അനർത്ഥങ്ങൾ ജീവിതത്തിൽ നേരിടാമായിരുന്നു. പക്ഷെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ഇന്നും ആ ദേശത്ത് കർത്താവ് നിർത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ മഹത്താർന്ന സുസ്ഥിരമാർന്ന ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപ തന്നിട്ടാണ് കർത്താവ് ആ ദേശത്ത് നിർത്തിയിരിക്കുന്നത്. ആകയാൽ കർത്താവിൻ്റെ ദാസിയും കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഐശ്വര്യമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവസരങ്ങളെ പിന്നെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങൾ ഈ കുടുംബത്തെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യങ്ങൾ ഒരനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം. നാം ഒരുമിച്ചായിരിക്കുന്ന ഇടത്ത് ഈ വാത്സല്യ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ കർത്താവെ പറയുവാൻ തക്കോണം. ദൈവമായ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ. പ്രത്യേക കർത്താവെ, അരോമ ടിവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിലെ എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, സാക്ഷ്യം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. അവരുടെയൊക്കെ ജീവിതത്തിലെ ഒരു അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ തക്കോണം കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അതുപോലെ കർത്താവെ, ദൈവദാസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദാനിയേൽ പാസ്റ്ററെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകനെ നീ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ, ശക്തീകരിക്കണമേ കർത്താവെ. ഈ പ്രവർത്തനം മൂലം കർത്താവെ അനേകരെ രക്ഷയിലേക്ക് കടന്നു വരുവാന്, ഈ പ്രവർത്തനം മൂലം അനേകരുടെ ജീവിതത്തില് വലിയ പരിവർത്തനം ഉണ്ടാകുവാൻ തക്കണം കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, സൂക്ഷിക്കണം, പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ നിന്റെ മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. വിശ്വസ്തയോടെ നിന്ന് കർത്താവെ നിന്റെ വേലയ്ക്ക് തണൽ കൊടുക്കുവാൻ, നിന്റെ വേലയെ സഹായിപ്പാൻ തക്കണം എല്ലാവരെയും ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ, ഈ ടിവിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുൻപോട്ട് പോകാൻ ആവശ്യമായ ദൈവകൃപ, ശക്തിയും ബലവും അഭിഷേകവും ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദുഃഖത്തിലും ഭാരത്തിലും ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അടിഞ്ഞ കർത്താവെ സാക്ഷ്യം പറയുവാൻ ദൈവം സഹായിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യവും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മാനവും മഹത്വത്തോടെ നടക്കണമെന്ന് സകലതും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി എത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനുവേണ്ടി പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയുടെ കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, ഏറെ ഓടുവാൻ കർത്താവ് അവസരങ്ങളും ആയുസ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി ഇവിടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ആമേൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളെ വിവരം അറിയിക്കൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും ജീവിതാനുഭവവുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.